ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കോൺട്രാക്ട് ലവ് സ്റ്റോറിയാണ് കാണാനായിട്ട് പോകുന്നത്. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് നടന്നു വരുന്ന സമയം ഹീറോയുടെ കാറിൽ വരുമായിരുന്നു. അവനാണെങ്കിൽ ഡ്രൈവറോട് നല്ല സ്പീഡിൽ പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കാർ സ്പീഡിൽ വന്ന് നേരെ നമ്മുടെ ഹീറോയിൻ വന്ന് ഇടിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് തറയിലേക്ക് വീഴുമ്പോൾ ഹീറോ ഡോർ തുറന്ന് വന്നിട്ട് സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞങ്ങളുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കാന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ സാരമില്ല, നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഫുഡ് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ പോയതിന് ശേഷം ഹീറോ അവളെ തന്നെ നോക്കിയിട്ട് എൻ്റെ ദേഷ്യ ഭാഗത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇവളെ കണ്ടുകൊണ്ടായിരുന്നു ഹീറോ ഡ്രൈവറോട് സ്പീഡ് കൂട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ്റെ മുത്തശ്ശിക്ക് തീരെ വയ്യാഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മുത്തശ്ശിയെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ഒരു സർജറി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് 8 ലക്ഷം രൂപയാകും. അവളുടെ കയ്യിൽ അതിനു മാത്രം കാശില്ല എന്നുള്ളത് ഈ ഡോക്ടർക്ക് അറിയായിരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ പറയുന്ന പോലെ നിങ്ങളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ സർജറി ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഹീറോയിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാരമില്ല, കാശ് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ചൈനയിൽ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. അതായത് ഒരു ദിവസത്തേക്ക് നമുക്ക് ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയൊക്കെ ഇതുവഴി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിലൊരു അക്കൗണ്ട് എടുക്കുന്നുണ്ട്. അന്നേ ദിവസം തന്നെ അവൾ ഒരാൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഗേൾ ഫ്രണ്ടായിട്ട് ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കാശും കൊടുക്കുമായിരുന്നു. ഇപ്പം മുത്തശ്ശിയുടെ സർജറി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അവൾക്ക് ഒട്ടും താല്പര്യമില്ലാതെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവൾ നിൽക്കുന്ന സമയത്ത് അവളുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങാണ്ടുണ്ട്. അതിലൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. എടി, നമ്മൾ ആദ്യം കോളേജിൽ പഠിക്കാനായിട്ട് വന്ന സമയത്ത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരാളെ നിനക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് അവൻ ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കി. അവൻ പിന്നെ വേറെ എവിടെയോ അബ്രോഡ് എങ്ങാണ്ടോ പഠിക്കാനായിട്ട് പോയത്. ഇപ്പോൾ അവൻ തിരികെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോട്ടോ അയക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് കുറച്ച് മുന്നേ കാറിൽ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്ന പയ്യനായിരുന്നു. ഇവൾക്ക് മുന്നേ അവനെ അറിയാമെങ്കിൽ പോലും അബ്രോഡൊക്കെ പോയി വന്നപ്പോൾ അവൻ അടിമുടി ഒന്ന് ആൾ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആകുന്നുണ്ട്. ഇന്നേ ദിവസമായിരുന്നു അവൾക്ക് ഗേൾ ഫ്രണ്ടായിട്ട് പോകേണ്ടിയിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. ഇവൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഇവൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. എടാ, നീ ഒരു കാര്യം അറിഞ്ഞോ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഗേൾ ഫ്രണ്ട് ഇപ്പോൾ ഇവിടേക്ക് വരും. നിനക്ക് ആളെ കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവനാകെ ഷോക്കാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ നാണം കുടുങ്ങി നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ തൊട്ട് പുറകെ നീ നടന്നു വരുന്നില്ലേ, ഇത് ഇവരുടെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ. ഇവനും ഈ കൂടെ നിൽക്കുന്ന ഈ പയ്യനും എപ്പോൾ നോക്കിയാലും അടിയോടടിയായിരുന്നു. ഇപ്പോഴും വെറുതെ അവനെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അവനെ അടിക്കാനായിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ആ സമയത്തും അവളുടെ ഫോട്ടോ മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അവൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് നമ്മുടെ ഹീറോയിൻ നടന്നു വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഇവനെ നമുക്ക് ഹീറോയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൾ അവൻ്റെ പേര് വിളിക്കുന്നുണ്ട്. നിനക്ക് എന്നെ നേരത്തെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, നമ്മുടെ കോളേജിലല്ലേ നിങ്ങൾ പഠിച്ചത്, ഞാൻ നിങ്ങളുടെ ജൂനിയർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ആണെങ്കിൽ അവൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരിയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഹീറോയുടെ ഫ്രണ്ട് പയ്യൻ അവിടേക്ക് വരുന്നുണ്ട്. ഇവളെ കാണുമ്പോൾ തന്നെ അവനെന്തോ ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ട് വായും പൊടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത്ര സുന്ദരിയാണല്ലോ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. ഓ ഡാർലിംഗ്, നീ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ഈ കൂട്ടുകാരൻ പയ്യനില്ലേ, അതായത് എപ്പോഴും പുറകെ നടന്ന് അടി ഉണ്ടാക്കുന്ന ഈ ചെക്കൻ, ഇവനാണെങ്കിൽ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്ത് സുന്ദരിയാണ് ഇവളെ കാണണമെന്ന് പറഞ്ഞ് ഹീറോയോട് പറയുമ്പോൾ ഓ അപ്പം നിനക്ക് അവൾ അത്രയധികം ഇഷ്ടപ്പെട്ടു? പിന്നെ ഇല്ലേ, അവളെ കാണാൻ എന്ത് ഭംഗിയാടാ, ഞാൻ ഇതുപോലൊരു പെൺകുട്ടി ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ, നിനക്ക് അവളെ പ്രണയിക്കണമെന്ന് അങ്ങനെ എന്തായാലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാനവളെ നാളെ ഒന്ന് ബുക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുന്ന പറയുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ദേഷ്യം വന്ന് ഇവന് കൈ തിരിച്ച് അവിടെ കിടത്തിയിട്ട് ഇനി മേലിൽ നീ ഇങ്ങനെ പറഞ്ഞു പോരുത്, മാത്രമല്ല ആ കണ്ണുകളിലൂടെ എങ്ങാനും ഇനി അവൾ നീ നോക്കിയ ആ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് ആകുന്നുണ്ട്. ആക്ച്വലി ഇവർ ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 ഡേ മാത്രം ഗേൾ ഫ്രണ്ടായിട്ടോ ബോയ് ഫ്രണ്ടായിട്ടോ അഭിനയിക്കുന്നതായിരുന്നു. അല്ലാതെ വേറെ ഫിസിക്കൽ റിലേഷനോ അങ്ങനെ കിസ്സിങ്ങോ അങ്ങനെയൊന്നും പാടില്ലായിരുന്നു. ജസ്റ്റ് ചുമ്മാ ഒരു കറക്കം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു റിസോർട്ടിലാണ് നിൽക്കുന്നത്. അവനെന്തോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നോക്കുമ്പോൾ പുറത്ത് നടക്കാനായിട്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഇരുട്ടത്ത് ഇങ്ങനെ നടന്നു പോകുന്ന സമയം അവിടെ 2 കപ്പിൾസ് കിസ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഇവൾക്കാകെ നാണം തോന്നിയിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒരാൾ വന്ന് അവളുടെ കണ്ണ് പൊത്തിയിട്ട് അവൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആയിരുന്നു. നീ റൂമിലേക്ക് കൊണ്ട് നിർത്തുമ്പോൾ ഇവളാകെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് ഇവളുടെ മുഖം കാണുമ്പോൾ തന്നെ അവന് മനസ്സിലായിട്ട് എന്ത് പറ്റി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, എനിക്ക് പോകാനുള്ള സമയമായി, ഞാൻ പോട്ടെ, നീ അവനോട് പറഞ്ഞാൽ മതി ഞാൻ പോയെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ കൂട്ടുകാരൻ ചെക്കൻ വന്നിട്ട് അവൾ എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പോയി എന്ന് പറയുന്നുണ്ട്. അയ്യോ, അവൾ ഇത്ര പെട്ടെന്ന് പോയോ, അവൾ ഇത്ര പെട്ടെന്ന് പോകുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും നാളെ കൂടെ ഒന്ന് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആപ്പ് എടുത്തിട്ട് ഹീറോയിനെ തന്നെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ 1 മാസത്തേക്ക് ഓൾറെഡി അവൾ ആരോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മാസത്തേക്ക് ബുക്ക് ചെയ്തോ?
ഇതെന്നാലും ഇത് ആരായിരിക്കും ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹീറോയിൻ നേരെ അവളുടെ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇപ്പോൾ ഇവർക്ക് അവൾ ആരാന്ന് പോലും അറിയത്തില്ലായിരുന്നു, ഓർമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർക്കിങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ അച്ഛനും അമ്മയും ഇവൾ കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അമ്മ ആദ്യം മരിച്ചുപോയി, അതിനുശേഷം അച്ഛൻ ഫയർഫോഴ്സിലായിരുന്നു ജോലി നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയതായിരുന്നു. അതിനുശേഷം മുത്തശ്ശിക്ക് ഇവൾക്ക് മുത്തശ്ശിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശി തനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഞാൻ തന്നെയല്ലേ മുത്തശ്ശിയെ നോക്കേണ്ടത്? അതിൻ്റെ പേരിൽ ഇവൾ ചെയ്യാത്ത ജോലികളില്ലായിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സംഘടിപ്പിച്ചിട്ട് മുത്തശ്ശി എങ്ങനെയെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് മാത്രമായിരുന്നു അവളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഇവളെ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ വെച്ച് ഹീറോയെ കാണുന്നുണ്ട്. ഹീറോയുടെ മുത്തശ്ശി ഞങ്ങളുടെ സ്ട്രോക്ക് വന്നിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. അവിടെ വെച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുത്തശ്ശി ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറയുമ്പോൾ അവൻ്റെ മുത്തശ്ശിനെയും കൊണ്ടാണ് ഇവിടെ വന്ന കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരത്തിന് ശേഷം ഹീറോയിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ മുത്തശ്ശിനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സ്റ്റെപ്പിൻ്റെ മേളിൽ നിന്ന് തള്ളി അങ്ങ് താഴെ വിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് മേളിൽ നിന്ന് എന്തോ ഒരു ദേഷ്യത്തിൽ ചിരിക്കുന്നുമുണ്ട്. അവനത് എന്തിനാണ് ചെയ്തെന്നുള്ളത് ഇപ്പം കാണിക്കുന്നില്ല. അതിനുശേഷം ഇവിടെ നമ്മുടെ ഹീറോയിൻ ഫോൺ എടുത്ത് നോക്കുമ്പോഴായിരുന്നു 1 മാസത്തേക്ക് തന്നെ ആരോ ബുക്ക് ചെയ്യുന്നുള്ള കാര്യം ഇവൾ അറിയുന്നത്. പിറ്റേ ദിവസം തന്നെ അയാളെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അയാളെ കാണാൻ വേണ്ടിയിട്ട് അവൾ അവിടേക്ക് പോകുന്നുണ്ട്. അയാൾ ഇതിനു മുന്നേ ഒന്നും അവൾ കണ്ടിട്ടുമില്ല, അതാരാണെന്നോ പേരെന്താണെന്ന് പോലും അവൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറച്ച് അധിക സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നത് ഇവൾ കാണുന്നത്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഹീറോ തന്നെയായിരുന്നു 1 മാസത്തേക്കുള്ള ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവൾക്കെന്തോ അവനാണ് അതെന്ന് അറിയുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ നിൽക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഇവൾ അവനെ കണ്ടതിൻ്റെ അന്ന് മുതൽ ഇവൻ്റെ നോട്ടം അത്ര ശരിയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ലാതെ ഇത് ശരിയാത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഒന്ന് നിന്നേ, അങ്ങനെ അങ്ങ് പോയാൽ പിന്നെ നീ എങ്ങനെയാ നിൻ്റെ മുത്തശ്ശിയുടെ സർജറി നടത്തുക? സർജറി മാത്രമല്ലല്ലോ, ഇപ്പം തന്നെ ഹോസ്പിറ്റൽ ബില്ല് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടാകും. ഇതൊക്കെ നീ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ഇതിനും ഒരു തീരുമാനം എടുക്കാനായിട്ടെന്ന് പറയുമ്പോൾ അവൾക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. നിൻ്റെ ഉദ്ദേശം എന്താണ്? നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടതിന് അന്ന് തൊട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നീ എൻ്റെ പുറകെ നടക്കുന്നതും ഇപ്പോൾ 1 മാസത്തേക്ക് എന്നെ ബുക്ക് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവളുടെ ഡ്രസ്സ് അങ്ങ് ഊരുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ലേ നിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് ആ ഡ്രസ്സ് അവൾക്ക് ഇട്ട് കൊടുത്തിട്ട്, ചേച്ചേ ഇതെനിക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിന് മുന്നേ ആയിട്ട് എനിക്ക് വേറൊരു സാധനം വേണ്ടതെന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ ഹാർട്ടിൽ കൈവെക്കുന്നുണ്ടായിരുന്നു. അതായത് അവളുടെ ഹൃദയമാണ് അവൻ ആവശ്യമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. സീൻ കട്ട് ചെയ്ത് നേരെ വരുന്നത് നമ്മുടെ ഹീറോയ്ക്ക് 2 ഫ്രണ്ട്സ് ഇല്ലേ, അവരുടെ അടുത്തേക്കായിരുന്നു. അതിലൊരു ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ അന്ന് നിൻ്റെ ഒപ്പം വന്നല്ലേ ആ പെൺകുട്ടി, അവളെ നീ അതിനുശേഷം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ അതിനുശേഷം കണ്ടിട്ടൊന്നുമില്ല, പിന്നെ ഒന്ന് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനെടുത്ത് നോക്കിയപ്പോൾ 1 മാസത്തേക്ക് ഓൾറെഡി അവൾ വേറെ ആരോ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ എവിടെ പോയതെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അവളെ കാണുമ്പോഴത്തേക്കും സുഷിയെ പോലെ തോന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനും എനിക്കങ്ങനെ തോന്നി, നിനക്കും അങ്ങനെ തോന്നിയേ? ആടാ അവളുടെ കണ്ണുകൾ കണ്ടാലറിയാം, എന്തോ സുഷിയുടെ കണ്ണുകൾ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈം അവളെ കണ്ടപ്പോഴേ എവിടെ വെച്ചോ കണ്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ ഇവിടേക്ക് വരും കേട്ടോ. അവൻ്റെ കൂടെ പുതിയൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. അതാരാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും വരുമ്പോൾ അത് കാണാമെന്ന് പറയുമ്പോൾ ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും? സുഷി അന്ന് സൂയിസൈഡ് ചെയ്തതിന് ശേഷം അവനങ്ങനെ വേറെ ആരെയും പ്രണയിച്ചിട്ടുമില്ല, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാ അവനിപ്പോൾ പുതിയൊരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവരുന്നത്? നിനക്ക് തോന്നിയതാവും. എന്തായാലും അവൻ എത്ര പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. കൂടെ വരുന്നത് ഹീറോയിൻ തന്നെയായിരുന്നു കേട്ടോ. അവർക്കിത് കാണുമ്പോൾ 2 പേർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ പരിചയപ്പെടുത്തിയില്ല, ഇതാണ് എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ 2 പേരും ദേഷ്യത്തിനിടയിൽ തന്നെ ഒന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്തോ റിസോർട്ട് പോലൊരു സ്ഥലമായിരുന്നു. ഇന്നേ ദിവസം ഹീറോയിനും ഇവിടെ സ്റ്റേ ചെയ്യുവാണ്. അവർ 2 പേരും മാത്രമല്ല ഈ ഫ്രണ്ട്സും. അങ്ങനെ ഇവർ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ ഇവൻ എപ്പോഴാ ഇവളെ ട്യൂൺ ചെയ്തത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഈ കൂട്ടുകാരൻ പയ്യനില്ലേ, അവൻ്റെ പേര് നമുക്ക് യാനെന്ന് വെക്കാം. ഈ യാനാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ കഥയുണ്ട്, അത് അവളോട് തന്നെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് നേരെ ഹീറോയിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ഡോർ തട്ടുമ്പോൾ അവൾ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കാനായിട്ടാണ് വന്നത്. നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണോ ഇപ്പോൾ അവൻ്റെ ഒപ്പം ഇവിടേക്ക് വന്നത്? അവൻ നിന്നെ നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇവൻ നിർബന്ധിച്ചത് കൊണ്ടാണ് വന്നതെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര തന്നെ ആയിരുന്നാലും ഇവനും അവൻ്റെ ഫ്രണ്ട് തന്നെയല്ലേ. ഇനി അതിൻ്റെ പേരിൽ തനിക്ക് വേറൊരു പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് അവൻ്റെ കൂടെ വന്നതെന്ന് കള്ളം പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീറോ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. എന്താടാ ഈ രാത്രി ഇവളെ കാണാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ ഇവളോട് സംസാരിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ അവന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അവനത് പുറത്ത് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല. ഉടനെ ഞാനാണെങ്കിൽ എന്താടാ ഞാൻ ഇത്രയായിരുന്നാലും നിൻ്റെ ഫ്രണ്ടല്ലേ, എന്നെ അങ്ങനെ സംശയിക്കാനായിട്ട് പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചേ ഞാൻ അങ്ങനെ സംശയിച്ചു നിന്നോട് പറഞ്ഞു.
നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്, എങ്കിൽ നീ പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. ഈ യാന് നമ്മുടെ ഹീറോയ്ക്ക് ഈ ഗുസ്തിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോയും ഈ യാൻ്റെ ഒപ്പം ഗുസ്തി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഈ മറ്റേ കൂട്ടുകാരൻ ചെക്കനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ യാനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ അടിച്ചവിടെ തറയിൽ ഇടുന്നുമുണ്ട്. ആ സമയത്ത് ഈ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ പയ്യനെ ഇവൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്. പഴയതുപോലെയൊന്നും അല്ലല്ലോ ഇപ്പം ഇവൻ പെരുമാറുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സംശയം അവന് വലിയ തോന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈ റിസോർട്ടിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. എല്ലാവരും വെറുതെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നിന്നിട്ട് കുടിച്ച് വെറുതെ ഡാൻസൊക്കെ കളിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. അങ്ങനെ ഹീറോയും യാനും മറ്റേ ഫ്രണ്ടും എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ മാത്രം അതിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ കരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഉടനെ ഹീറോ വന്നിട്ട് എന്ത് പറ്റി, നീ എന്തിനാ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാത്തെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് സ്വിമ്മിംഗ് ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാ, സാരമില്ല നിങ്ങൾ ഇറങ്ങിക്കോ, ഞാനിവിടെ ഇരുന്നോളാന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, ഞാൻ ഇറങ്ങുമ്പോൾ കൂട്ടത്തിൽ നീയും വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ വയറിലൂടെ കൈയിട്ടിട്ട് പെട്ടെന്ന് അവളെയും കൂടി ഈ വെള്ളത്തിലേക്ക് ഇറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നിന്നിങ്ങനെ ഡാൻസൊക്കെ ചെയ്തതിന് ശേഷം എന്തായാലും ഞാൻ വിളിച്ചിട്ട് നീ എൻ്റെ ഒപ്പം ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നു, ഇപ്പതേ സ്വിമ്മിങ് അറിയാത്ത നീ സ്വിമ്മിംഗ് പൂളിലും ഇറങ്ങി, അപ്പോൾ എനിക്ക് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ കിസ്സിങ്ങിൻ്റെ ഹാങ് ഓവർ അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ പിന്നെയും അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നേ ദിവസം അവൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. കോളേജിൽ പോകണമല്ലോ. വരുമ്പോൾ അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നടി 2 ദിവസം, നിന്നെ കാണാനേ ഇല്ലായിരുന്നല്ലോ, വിളിച്ചിട്ടാണെങ്കിൽ ഫോണും കൊടുക്കുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എടി അത് മുത്തശ്ശിക്ക് തീരെ സുഖമില്ലായിരുന്നു, ഞാൻ ഫുൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു, കോളൊന്നും ഞാൻ കണ്ടില്ല, ഫോൺ എടുത്തേനെ സമയം കിട്ടിയില്ല, അതാന്ന് പറഞ്ഞവൾ നുണ പറയുന്നുണ്ട്. നിന്നോടൊരു കാര്യം കൂടെ പറയാനാണ് ഞാൻ വിളിച്ചത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരു സീനിയർ ചെക്കൻ നമ്മുടെ കോളേജിലേക്ക് വരുന്നുണ്ടെന്ന്. അവൻ വന്ന പാടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാട്ടോ അവൻ ജോയിൻ ചെയ്തത്. അവൻ വന്നിട്ട് ഒരു ചെക്കനെ കയറി അടിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആകെ വരണ്ടു പോയിട്ടുണ്ടായിരുന്നു. ഓ, ആ ശല്യം ഇപ്പോൾ ഇനി ഇവിടേക്കാണോ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പാർട്ട് ടൈം ജോബായിട്ട് അവളൊരു കഫേയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് നിൽക്കുന്ന സമയം ഒരു ചെക്കന് ഇവളെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ വിചാറ്റ് ID ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവള് നോക്കുമ്പോൾ ദൂരെ ഒരു ടേബിളിൽ ഹീറോ ഇരിക്കുന്ന ഇവൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ഇവനോട് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ തന്നെയായിരുന്നു ഇവിടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാറിലിരിക്കുന്ന സമയത്ത് 2-3 ദിവസമായിട്ട് ഹീറോ ഇവളെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. എന്ത് പറ്റി, നിന്റെ കവിളിലൊരു പാടുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ആരെയായിട്ടെങ്കിലും അടി ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും പറ്റില്ല, അതെന്തോ കടിച്ചതാന്ന് പറയുന്നുണ്ട്. പിന്നെന്താ നീ 2-3 ദിവസമായിട്ട് എന്നെ കാണാനും വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു, പിന്നെ എന്തിനാ നീ ഇന്ന് വന്നത്, ഇന്ന് എനിക്ക് നിന്നെ പെട്ടെന്ന് കാണുമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ കുറേ കള്ളത്തരങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ വീടെത്തുന്നുണ്ട്. അവളെ പുറത്തേക്ക് ഇറക്കി നിൽക്കുമ്പോൾ ഇന്ന ദിവസം മുഴുവനും അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ക്ഷീണം അവൻ അവളുടെ മുഖത്ത് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ഫുഡ് മേടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഓക്കെ ഞാനത് കളയാന്ന് പറഞ്ഞിട്ട് അവളത് കളയാനായിട്ട് നിൽക്കുന്ന സമയത്ത് വേണ്ട ഞാനത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ അത് മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവള് മുത്തശ്ശിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഡോക്ടറെ കാണാനായിട്ട് വരുമ്പോൾ അവൾ വരുന്നതിന് തൊട്ട് മുന്നേ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി പോകുന്ന ഇവൾ കാണുന്നുണ്ട്. അങ്ങേരെന്തോ ഒരു പ്ലേ ബോയ് ആണെന്ന് തോന്നുന്നു. അവൾ പിന്നെ അവിടെ വന്നിട്ട് ഡോക്ടർ മുത്തശ്ശിയുടെ സർജറി നമുക്ക് എപ്പം നടത്താം, ഡോക്ടർ അത് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഈ 8 ലക്ഷം രൂപ നീ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും അത് ഡേറ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുന്നേ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിട്ട് നോക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്, നീ ഒരൊറ്റ സമ്മതം മൂളിയെ മാത്രം മതി, ആ സർജറി എത്ര പെട്ടെന്ന് ഞാൻ നടത്തുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ മുത്തശ്ശിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള കാശ് ഞാൻ നോക്കിക്കോളാം, ഡോക്ടർ നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഡേറ്റ് എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 2 നഴ്സുമാർ എൻ്റെ ഒരു കാര്യം സംസാരിക്കുന്നവൾ കേൾക്കുന്നുണ്ടായിരുന്നു. വേറെ ആരെയും പറ്റിയിട്ടില്ല, നമ്മുടെ ഹീറോയുടെ ആ മുത്തശ്ശനില്ലേ അയാളെ പറ്റിയിട്ടായിരുന്നു. നീ നോക്കിയേ, അയാൾ എന്തൊരു പാവ, അയാൾ എന്നാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങൾ അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയാൾക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, നിറയെ പണവും ഉണ്ട്, എല്ലാവർക്കും ഇവരുടെ പണവും സ്വത്തുക്കളും മാത്രം മതി. ആ ഒരു ചെറുമോനില്ലേ അന്ന് വന്ന് കൊണ്ടാക്കിയ അവനെന്തോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ വന്നിട്ട് പോകുന്നപ്പോഴൊക്കെയും ഈ മുത്തശ്ശൻ്റെ ഓരോ ഭാഗത്ത് ഓരോ മുറിവുകൾ കാണും. എടി അത് മാത്രമല്ല, അന്ന് ആദ്യമായിട്ട് മുത്തശ്ശനോട് അഡ്മിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് എനിക്ക് തോന്നുന്നു ഇവൻ മനഃപൂർവ്വം മുത്തശ്ശനെ പടിയിൽ നിന്ന് താഴെ തള്ളി കിട്ടുന്ന തോന്നുന്നത്. ഞാൻ വന്ന് നോക്കുമ്പോൾ അയാൾ തറയെ കിടക്കുന്നതാണ് കാണുന്നത്. ഇവൻ പക്ഷെ വന്നൊന്ന് എഴുന്നേൽപ്പിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയതെന്നാണ് പറഞ്ഞത്. അവനെന്തോ സൈക്കോ ആണെന്ന് എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ട് ഈ നഴ്സുമാർ സംസാരിക്കുന്നത് ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഹീറോ ഓൾറെഡി ഹോസ്പിറ്റലിൽ വന്നിരിക്കുമായിരുന്നു. കുറേ സമയം ഇരുന്നിട്ടും ഇവളെ കാണാത്ത കാരണം തൊട്ടടുത്തൊരു ചെയറിൽ ഒരു കുഞ്ഞുകുട്ടി ഇരുന്ന് കളിക്കുന്നവൻ കാണുന്നുണ്ടായിരുന്നു. നേരെ അവൻ്റെ അടുത്തേക്ക് പോയതിട്ട് അവൻ്റെ ബൊമ്മക്കുട്ടി എങ്ങാണ്ടോ
ഒടിഞ്ഞു പോയിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു നമ്മുടെ ഹീറോ ആയിരുന്നിട്ട്. അത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ചെയ്ത് കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ ആ ചെക്കൻ ഇവന് വേണ്ടി ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ദൂരത്ത് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇവൻ്റെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ഇവൻ നല്ലവനാണോ അതോ വൃത്തികെട്ടവനാണോ? എൻ്റെ ദൈവമേ, ഇവൻ്റെ കൂടെ ഏത് നേരത്തെ എനിക്ക് ചേരാനായിട്ട് തോന്നിയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് നടന്നു വരുന്ന സമയത്ത് അവൻ ഇവളെ കാണുന്നുണ്ടായിരുന്നു. ഉടനെ നേരെ ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ, നീ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വന്നത്? വെറുതെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കഫേയിലും പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നീ ഇന്ന് അവിടെ ലീവാന്ന് പറഞ്ഞു, അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ കൊടുത്തൊരു ചോക്ലേറ്റ് ഹീറോയിനും ഇവൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അവളതങ്ങനെ കഴിക്കുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രിയും ഹീറോയിനെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് വരുന്നത് ഇവൻ തന്നെയായിരുന്നു. നേരെ വീട്ടിൽ കൊണ്ടുപോക്കിയിട്ട് അവൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയം, അതെന്താ നീ എന്നെ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ലേ എന്ന് അവൻ അങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടാന്ന് പറയുന്നത് വിചാരിച്ചിട്ട് അവൾ അവനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നേരെ മുകളിലേക്ക് കയറി പോകുന്ന ആ പടിയുടെ അവിടെ ലൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തായിരുന്നു നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവനത് നോക്കുമ്പോൾ അവിടുത്തെ ലൈറ്റ്സ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് അവൾ വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോൾ അവൾ കുറേ ഫോട്ടോസ് അവിടെ വെച്ചേക്കുന്നവൻ കാണുന്നുണ്ട്. കുറേ സമയം ഈ ഫോട്ടോസിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, നീ എന്തിനാ ഈ ഫോട്ടോസൊന്നും ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നത്? നീ ഇത് സുന്ദരി ഈ ഫോട്ടോയിലൊക്കെ കാണുന്നത് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയതിന് ശേഷം ഈ ഫോട്ടോയെ കണ്ടിട്ട് അവൻ എങ്ങനെയാണ് ഞാൻ സുന്ദരിയാണെന്ന് പറയാനായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് അതിനങ്ങനെ എടുത്ത് കമിഴ്ത്തി വെക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവൾ കഫേയിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റായിട്ട് രാത്രി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾ കയറി പോകുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ലൈറ്റ്സ് എല്ലാം ഓണായിരുന്നു. അപ്പം തന്നെ അത് കാണുമ്പോൾ ഇതെല്ലാം ഹീറോ ചെയ്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ ആണെങ്കിൽ അവൾ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഈ ബോക്സിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഈ അടിപിടിയൊന്നും കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു. രണ്ടുപേര് ഈ കാശിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടി കൂടുന്നത് കാണുമ്പോൾ അവൾക്കെന്തോ വല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ പിന്നെ അവിടെ ഇരിക്കാനായിട്ട് തോന്നാതെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ട്. കൂട്ടത്തിൽ അവൾ കരയുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. എനിക്കത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പോകാമെന്ന് പറയുമ്പോൾ, എവിടേക്ക് പോകുന്നു? അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പ്ലീസ്, എനിക്കിതിനപ്പുറം പറ്റത്തില്ല. നമുക്ക് ഈ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ, അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ നീ നിൻ്റെ മുത്തച്ഛയുടെ സർജറി അങ്ങനെ നടത്തും? അതിനൊക്കെ നമുക്ക് ഒരുപാട് കാശ് വേണ്ടേ? അപ്പോൾ പിന്നെ മോള് ഞാൻ പറയുന്നത് മാത്രം കേട്ട് എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ പറയുന്നുണ്ടായിരുന്നു. എനിക്കിത് പറ്റത്തില്ല, പ്ലീസ് എന്നെ വിടാനായിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, അതൊന്നും ശരിയാകത്തില്ല. എന്തായാലും 1 മാസത്തേക്ക് ഞാൻ നിന്നെ ബുക്ക് ചെയ്തല്ലേ. ആ 1 മാസം കഴിഞ്ഞിട്ട് നീ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോ. പിന്നെ ഒരിക്കലും ഞാൻ നിൻ്റെ പുറകെ വരത്തില്ല. പക്ഷെ അതുവരെയും നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. ഇനി എൻ്റെ കൂടി കുറച്ച് ദിവസം നിന്നപ്പോൾ നിനക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ബെഡിൽ കൊണ്ട് കടത്തിയിട്ട് അവളോട് മിസ്ബിഹേവ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത്, നീ എന്തിനാ ഇപ്പോൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? നമ്മുടെ കോൺട്രാക്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, പ്ലീസ് എന്നെ ഒന്ന് ചെയ്യലേ എന്ന് പറയുമ്പോൾ, കോൺട്രാക്റ്റിൽ അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. അങ്ങനെ അവൻ പിന്നെയും അവളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവൾക്ക് പിന്നെ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ ശരീരമാണ് നിനക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് അവളായിട്ട് തന്നെ ഡ്രസ്സ് ഊരുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഇവനാകെ വല്ലാണ്ടാകുന്നുണ്ട്. പിന്നെ എന്തോ അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. സോറി, നീ ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പോയെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അവന് ശരിക്കും പറഞ്ഞാൽ ഹീറോയിനോട് അങ്ങനെ ഒരു രീതിയിൽ പെരുമാറണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് അവളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം മതിയെന്നായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ തിരികെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞോട്ടെ, എനിക്ക് ഈ പഠിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. നീ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യാനായിട്ട് പോകുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഒരു ചെറിയ ട്യൂഷനും കൂടി എനിക്ക് എടുത്ത് തരാമോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ കാശ് തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ വേറെ റിപ്ലൈ ഒന്നും അവൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നാളെ ചിലപ്പോൾ എൻ്റെ അമ്മ നിന്നെ മീറ്റ് ചെയ്യാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവളുടെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവൻ പറഞ്ഞതിന് പ്രകാരം ഹീറോയിനാണെങ്കിൽ അവൻ്റെ അമ്മയെ കാണാനായിട്ട് വരുന്നുണ്ട്. ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല, നീ ശരിക്കും അവനെ പ്രണയിക്കുന്നുണ്ടോ? അതോ അവനെ ഏതെങ്കിലും രീതിയിൽ നിന്നെ നിർബന്ധിച്ചത് കൊണ്ടാണോ നീ അവനെ പ്രണയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അവരുടെ മുമ്പിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും അവൻ്റെ അമ്മ തന്നെയല്ലേ സത്യം തുറന്നു പറയാമെന്ന് കരുതിയിട്ട് അവനെ നിർബന്ധിച്ചതിന് പ്രകാരമാണ് ഇപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നീ വിഷമിക്കണ്ട, എനിക്കറിയാം നിൻ്റെ കാര്യം. നിൻ്റെ മുത്തശ്ശിയുടെ സർജറി നടത്താൻ വേണ്ടിയിട്ടല്ലേ അവൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് നീ പേടിക്കേണ്ട. മുത്തശ്ശിയുടെ സർജറിക്ക് എത്ര കാശ് ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിനക്ക് തരാം. പക്ഷേ ആ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്ന സിറ്റിയിലേക്ക് നീ ഇവിടുന്ന് താമസം മാറിപ്പോണം. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാനങ്ങനെ ചോദിച്ചത് വേറൊന്നുമല്ല. എനിക്കറിയാം അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്. ഒരു പെൺകുട്ടികളും അവനെ എന്തായാലും പ്രണയിക്കാനായിട്ട് പോകുന്നില്ല, അതായത് നോർമലായിട്ടുള്ള ഒരു പെൺകുട്ടികളും. അതുകൊണ്ടാണ് നീ എന്നോട് നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രണയിച്ചതാണോ അതോ അവൻ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് നീ പ്രണയിച്ചതാണോ എന്ന് ഞാൻ എടുത്ത് ചോദിച്ചത്.
എങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ ആണെങ്കിൽ അമ്മ എന്താണ് അവളോട് പറഞ്ഞതെന്ന് അറിയാനായിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിട്ട് ചോദിക്കുന്നുണ്ട്. അവൾക്ക് അവനോടെന്തോ കള്ളം പറയാനായിട്ട് തോന്നിയിരുന്നില്ല. അമ്മ എന്നോട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹീറോയോട് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവനാകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. നീ അപ്പോൾ അമ്മ പറയുന്ന പോലെ ചെയ്യാനായിട്ട് പോവുകയാണോ? എന്നെ തനിച്ചാക്കി നീ പോകാനായിട്ട് നോക്കുവാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾക്ക് അവനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അല്ല, അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ ഇപ്പം എന്തിനാ അത് എന്നോട് തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞ് ഇവൾ ചോദിക്കുമ്പോൾ അവൾക്ക് അവനോട് മറുപടി ഒന്നും പറയാൻ പറ്റാതെ പെട്ടെന്ന് അവൾ അങ്ങോട്ട് കയറി അവനെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നീ എന്തിനാ എന്നെ കിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവനെന്തോ അവളോട് പിന്നെയും ഒരു ഇഷ്ടം തോന്നിയിട്ട് അവൻ അങ്ങോട്ട് പിന്നെ അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചധികം സമയം ആ കിസ്സിങ് അങ്ങനെ നീണ്ടു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ കരയുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോൾ അവളെ കഴുത്തിൽ ചെറിയൊരു പാട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്തിനാണ് അവനെ കിസ് ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ കുറച്ച് ദിവസം കൂടെ അവൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ അവനെപ്പോലെ ഞാനും നോർമൽ അല്ലാതായി തീരും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? വീട്ടിലേക്കാണോ അതോ മുത്തശ്ശിയെ കാണാനായിട്ടാണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയെ കാണാനായിട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനും കൂടെ ചേർന്ന് ഇവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേസ്ട്രി മേടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കേക്ക് കൊടുക്കുമ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ അത് അവർക്ക് മതിയെന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ ഓറഞ്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു അല്ലി എടുത്ത് അവരുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവർക്കെന്തോ ഈ കേക്ക് കഴിച്ചിട്ട് അതുകൂടെ കഴിക്കുമ്പോൾ വല്ലാണ്ട് തോന്നിയിട്ട് അങ്ങോട്ട് തുപ്പുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ആണെങ്കിൽ അപ്പം തന്നെ അവൻ്റെ കൈ നേരിയിട്ട് അത് അവൻ്റെ കയ്യിലേക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ ഹീറോയിനെന്തോ ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു. വേറെ ആരായിരുന്നിരുന്നാലും ഒരിക്കലും ഒരു അപരിചിതരായിട്ടുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന ഈ എച്ചിലിങ്ങനെ കയ്യിൽ വാങ്ങത്തില്ലല്ലോ. അതവന് ഒരു അറപ്പുമില്ലാതെ വാങ്ങിച്ചിട്ട് കളയുന്നത് കാണുമ്പോഴത്തേക്കും ഇവൾക്കെന്തോ അവനോടൊരു പ്രത്യേകതര ഇഷ്ടം വരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹീറോയ്ക്ക് ഒരു ട്യൂഷൻ എടുത്ത് കൊടുക്കാനായിട്ട് ഓൾറെഡി അവൻ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. കുറേ നേരം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്തെല്ലാം ഇവൻ എപ്പോഴും ഇവിടെ ടീച്ചറെ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കുന്നതൊക്കെ പറയുമ്പോഴും അവൻ പിന്നെയും അങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അവൾക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുമ്പോൾ സോറി ഞാൻ എന്നെ അങ്ങനെ വിളിക്കത്തില്ല, വന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ പിന്നെയും പിടിച്ചിരുത്തുന്നുണ്ട്. അന്നേരം അവനൊരു കോള് വന്നിട്ട് അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ്റെ ബുക്സൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് ഹീറോയുടെ ഒരു ഫോട്ടോ ആ ബുക്കിലിരിക്കുന്നവൾ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോ എന്തിനാ ഇവനെടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തായിട്ട് ഒരു ആൽബം ഇരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവളെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കുറേ ഫോട്ടോസ് ആയിരുന്നു അതാരാണെന്നൊന്നും ഇവൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം തന്നെ അവൻ്റെ അമ്മയ്ക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഉടനെ അവരെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻറ്റി, ശരിക്കും നിങ്ങളുടെ മകന് എന്നെ മുന്നേ അറിയാമായിരുന്നോ? എൻ്റെ ഫോട്ടോയൊക്കെ എന്തിനാ അവനവൻ്റെ ബുക്കിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ അന്ന് അവനെ പഠിപ്പിക്കാനായിട്ട് അപ്ലോഡ് കണ്ടോ പറഞ്ഞു വിട്ടതായിരുന്നില്ലേ? അവൻ എന്തിനാ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്ന് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തത്? എന്താണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇവളിങ്ങനെ കിണ്ടി ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നിനും മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മോളെ, എനിക്കതിപ്പോൾ എന്തായാലും പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഉറപ്പായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നും ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ നാളെ ഒരു മൗണ്ടൈനിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ ഒപ്പം ഉറപ്പായിട്ട് നീയും വരണമെന്ന് പറയുമ്പോൾ അവൾ അത് നോക്കി പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അങ്ങനെ ഹീറോയിനും ഹീറോയുടെ 2 ഫ്രണ്ട്സില്ലേ, ഞാനും വേറൊരാളും, അവർ 2 പേരും പിന്നെ ഈ വേറൊരാളില്ലേ ആ കൂട്ടുകാരനെ അനിയത്തിയും കൂട്ടിയിട്ട് ഇവർ 5 പേരായിട്ടായിരുന്നു ആ മൗണ്ടൈനിൽ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് 16 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അവൾ ചെറുപ്പകാലം തൊട്ടേ ഹീറോയെ അവൾക്ക് അറിയായിരുന്നു. അന്ന് മുതലേ ഹീറോയുടെ ഒരു ഇഷ്ടം അവൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഹീറോയുടെ കൂടെ ഈ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്കും ഇവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഹീറോ അവൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 5 പേരും കൂടെ ആ മൗണ്ടൈനിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ബസ്സൊന്നുമില്ല, കാറും മുകളിൽ പോകത്തില്ല. കാറൊക്കെ താഴെ ഇട്ടിട്ടായിരുന്നു അവർ കുറച്ച് ദൂരം നടന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും ഈ കേബിൾ കാർ ഉണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു. പക്ഷേ ഇവർ വന്നപ്പോഴത്തേക്കും അത് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. ഇനി എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ട് അതുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഒരു റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ബെഡിലായിട്ട് കുറച്ച് റൊമാൻസൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ ബെഡിൽ അവർ വെച്ചേക്കുന്നത് കാണുന്നുണ്ട്. അയ്യേ, ഇതെന്തിനാ ഇവിടെ വെച്ചേക്കുന്നത് പറഞ്ഞിട്ട് അവൻ കാണുന്നതിന് മുന്നേ തന്നെ ഇവളതിനെയൊക്കെ എടുത്തിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് ഇടാനായിട്ട് വരുന്ന സമയത്ത് അത് അവൻ കാണുന്നുണ്ടായിരുന്നു. നീ എന്താ അവിടെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് അവൾ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം അവൻ നോക്കുമ്പോൾ അവളുടെ കായലിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം ഷൂ ഇട്ട് നടന്നതിൻ്റെ ആയിരുന്നു. അവൻ അവളെ പിടിച്ചിരുത്തിട്ട് അതിൽ ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവളിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ചെറുപ്പത്തിലെ തൻ്റെ അച്ഛനായിരുന്നു തന്നോട് ഇത്ര സ്നേഹത്തിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ പോയതിനു ശേഷം പിന്നെ അവൾക്ക് എല്ലാം എന്ന് പറയാൻ അവളുടെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തയ്ക്ക് ശേഷം
അവളോട് ഇത്ര സ്നേഹത്തിൽ പെരുമാറുന്നയാൾ അത് ഹീറോ മാത്രമായിരുന്നു. അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ അവനോടുള്ള ഇഷ്ടം ഇവൾക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം അവർ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. കുറേ നേരം അവളുടെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരെല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പതിവ് പോലെ കോളേജിലേക്കും പോകുന്നുണ്ട്. കോളേജിൽ വരുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, എടി നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ കോളേജിൽ വന്ന ആ പുതിയ ചെക്കനില്ലേ, അവൻ പിന്നെ അടിയുണ്ടാക്കി. അവൻ മുന്നേ ഏതൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവളുടെ പേര് സുഷിയെന്നെങ്ങാണ്ടുമാണ്. അവള് സൂയിസൈഡ് ചെയ്യാൻ കാരണം ഇവനാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫാമിലിക്കാരെല്ലാവരും കൂടെ വന്നിട്ട് അടിയുണ്ടാക്കിയത്. കുറേ നാളുകൊണ്ടേ അവൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ അമ്മയാണ് നമ്മുടെ കോളേജിലെ ചെയർമാൻ എന്ന് പറയുന്നത്. അവന് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരുന്നു അന്ന് അവൾ മരിച്ചതിന് ശേഷം അവനെ അബ്രോഡ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൻ തിരികെ വന്നു എന്ന് അറിഞ്ഞിട്ടായിരുന്നു അവളുടെ വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ചെറിയൊരു അടിയൊന്നും അല്ലായിരുന്നു, അത് വലിയൊരു അടിയായിരുന്നു. അവന് ഒരുപാട് അടിയടിയൊക്കെ കൊടുത്തു. അവൻ്റെ കഴുത്തിലെങ്ങാണ്ടോ നല്ല മുറിവ് പറ്റിയെന്ന് ഞാൻ അറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കാകെ ടെൻഷനാകുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവൾക്ക് എങ്ങനെയെങ്കിലും അവനൊന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഇവരോട് ആരോടും ഒന്നും മിണ്ടാതെ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ അവിടുത്തെ ജോലിക്കാരി വന്ന് പറയുന്നുണ്ട്, സാർ ഇവിടെ ഇല്ലയെന്ന്. അവൾ പിന്നെ നേരെ അവളുടെ വീട്ടിലേക്ക് വന്നിരുന്നിട്ട് അവൻ ഒരുപാട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടെങ്കിലും ഒന്നിനും റിപ്ലൈ ഇല്ലായിരുന്നു. ആ സമയത്ത് കോളേജ് ഗ്രൂപ്പിൽ അവളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഹീറോയിനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാവം ആ അമ്മ എന്ത് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. ഇതുപോലൊരു തല്ലുകൊള്ളിയെ പ്രസവിച്ചതിനും വളർത്തിയതിനും ഒക്കെ ഇതിനെക്കാട്ടിലും അവർക്ക് മക്കളില്ലാതിരിക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ മെസ്സേജൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഡോറിൽ ആരോ വന്ന് തട്ടുന്ന സൗണ്ട് ഇവൾ കേൾക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഹീറോ ആയിരുന്നു. അവൻ്റെ കഴുത്തിൽ മുറിവിൻ്റെയൊക്കെ പാടും അതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ, കോളേജിൽ ചെറിയൊരു അടി പറ്റി, അതുകൊണ്ടാണ് ഈ കഴുത്തിലിങ്ങനെ കെട്ടിയൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ ഇത്രയും നാൾ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പൂട്ടിയിട്ടേക്കുമായിരുന്നു, ഫോണും പിടിച്ച് മേടിച്ച് വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ വിളിക്കാനോ നിന്നെ ഒന്ന് വന്ന് കാണാനോ പറ്റാതിരുന്നത്. എന്നെ മിസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവൻ അവളങ്ങ് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലീസ് നീ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത്. ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ അമ്മ ഉറപ്പായിട്ട് എന്നെ പൂട്ടിയിടും. ഞാൻ ഇവിടെ നിന്നിട്ട് നിൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എനിക്കിതിനപ്പുറം വേറെ ഒരു സന്തോഷവും ഇല്ല. പ്ലീസ് എന്നെ നീ ഇറക്കി വിടല്ലേ. നീ എന്നെ ഇറക്കി വിടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും തെരുവിൽ പോയി ജീവിക്കേണ്ടി വരും. എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കുറച്ച് ദിവസം മതി, എൻ്റെ മുറിവൊക്കെ ഒന്നും ഉണങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ദയവ് ചെയ്ത് നീ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ, പ്ലീസ് 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 എന്ന് പറയുമ്പോൾ അവൾക്ക് പിന്നെ വേറെ ഒന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നീ ഇവിടെ താമസിച്ചോ, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നീ എൻ്റെ ബെഡിലൊന്നും വന്ന് കിടക്കരുത്. നീ ഇവിടെ പുറത്ത് സോഫയിൽ വേണം കിടക്കാമെന്ന് പറയുമ്പോൾ അവൻ ഇതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. ശേഷം അവൻ പെട്ടെന്ന് അവളെ കയറി കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൻ സോഫയിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ ഉറക്കം എണീറ്റ് വരുന്ന സമയത്ത് ഇവൻ കിച്ചണിൽ നിന്ന് അവൾക്ക് ആവശ്യമുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഹീറോയുടെ അമ്മ അവൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കറിയാം അവൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. ഞാനിവിടെ താഴെ നിൻ്റെ വീട്ടിൻ്റെ പുറത്തുണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലും അവരെ കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവനോട് എങ്ങനെയാണ് പറഞ്ഞിട്ട് പോവുക? എൻ്റെ ഫ്രണ്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ട്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവനറിയായിരുന്നു അവൻ്റെ അമ്മയാണ് വന്നതെന്നുള്ള കാര്യം. അങ്ങനെ നേരെ അവരുടെ കാറിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് അവരവൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിനക്ക് എൻ്റെ മോനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ്. അവൻ്റെ കൂടെ നീ ഒരുമിച്ച് ജീവിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിൻ്റെ ജീവൻ അപകടകരമായിരിക്കും. അവൻ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു പക്ഷിയെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതവൻ്റെ ജീവനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അബ്രോഡ് ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് കാണുന്നത് ആ കിളി എങ്ങാണ്ടോ ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതിനെ ഇവൻ കളയാണ്ട് ഒരു ടിന്നിൽ അടച്ചു വെച്ചേക്കുമായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവൻ ഒട്ടും നോർമലായിട്ടുള്ള ഒരാളല്ല എന്നുള്ള കാര്യം. അതുപോലെ നീയും ഇപ്പോൾ അവൻ കൂട്ടിലിട്ട് വെച്ചേക്കുന്ന ഒരു കിളിയാണ്. നിനക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ നിനക്ക് സമയമുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്കതിന് പറ്റാണ്ട് വരും. പിന്നെ നീ അന്ന് എന്നോട് ചോദിച്ചില്ലായിരുന്നു ആ സുഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ആരാന്നുള്ളത്, അവൾ മരിച്ചുപോയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അവൾ മരിച്ചുപോയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ദേ ഈ പേപ്പറിലുണ്ട്, അത് നീ വായിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോനെന്തോ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവർ കൊടുത്ത ആ പേപ്പേഴ്സ് എല്ലാം അവൾ ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടിട്ട് നേരെ മേളിലേക്ക് കയറി ചെല്ലുന്നുണ്ടായിരുന്നു. അമ്മയാണ് താഴെ വന്നതെന്ന് അറിഞ്ഞ ഹീറോ ആണെങ്കിൽ അവൾ കയറി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പോയി അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ആരാ വന്നെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നീ വാ നമുക്ക് പുറത്തെവിടെയെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവൾ സ്ഥിരം പോകാറുള്ള റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവരങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടേക്കൊരു വെയിറ്റർ പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. കുറേ നാളായാലും നിങ്ങളിവിടെ കണ്ടിട്ട് ഇപ്പോൾ ഈ സാറും ഉണ്ടോ? നിങ്ങളിവിടെ എപ്പോൾ വന്നിരുന്നാലും സാർ ഇവിടെ ഏതെങ്കിലും ഒരു ടേബിളിൽ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹീറോ അതിന് ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ടായിരുന്നു. അവരും അങ്ങനെയാണെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ വിചാരിക്കുന്നുണ്ടോ ഞാനാണ് അങ്ങനെ വന്നിരുന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോനോട് ചോദിക്കുമ്പോൾ ഇല്ല അവർക്കിങ്ങനെ തെറ്റുപറ്റി പോയതായിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു റിങ് മേടിച്ചിട്ടുണ്ട്. നിൻ്റെ അളവിന് കറക്റ്റായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, നീ
ഒന്ന് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് ആ മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കറക്റ്റ് അളവായിരുന്നു. ഇതിൻ്റെ കൈയുടെ അളവ് കണ്ടിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഇതിൽ ആ റിങ് ചെയ്യിപ്പിച്ചതെന്ന് കൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. വന്നിട്ട് ഹീറോയോട് നിങ്ങളുടെ വീചാറ്റ് ID എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് അത്ഭുതത്തോടെ നോക്കിയിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുന്നത്, അവളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തരാമെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് ഹീറോനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളത് നോക്കി പറയുമ്പോഴത്തേക്കും ഇവനാകെ ദേഷ്യം വന്നിട്ട് അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഹീറോനെ പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടി നീ അവളോട് പെർമിഷൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ ലവറാണെന്ന് മറ്റുള്ളവരോട് പറയുന്നിട്ട് നിനക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാം എല്ലാവരും എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, നീയും എല്ലാവരും. എന്തുകൊണ്ടാണ് നീ അവളോട് അതിന് സമ്മതം പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നീ വെറുതെ എൻ്റെ അടുത്ത് ചൂടാവണ്ട. നമ്മുടെ കോൺട്രാക്റ്റ് അവസാനിക്കാനായിട്ട് ഇനി ആകെ 2 ദിവസം കൂടെ ഉള്ളൂ. അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അപ്പോഴായിരുന്നു അതിന് ഓർത്തിട്ടുണ്ടായിരുന്നത്. ഓ, അപ്പോൾ അത് അവസാനിക്കുന്നത് കൊണ്ടാണല്ലേ ഇപ്പോഴേ നീ എന്നെ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അവളെ കഴുത്തിൽ കയറി ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് അവനവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അവനങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം ഹീറോന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഈ 1 മാസം ആകാറായി. ഈ 1 മാസവും അവൻ ഇവളുടെ കൂടെ ഉണ്ടെങ്കിലും ഇന്നേ വരെ അവൻ കാരണം ഇവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനങ്ങനെ വിഷമിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് എന്തൊരു ആവശ്യം വന്നിരുന്നാലും അത് അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൻ അത് അറിഞ്ഞ് ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ അവനോട് പറയണ്ടായിരുന്നു പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അവൻ താഴേക്ക് ഇറങ്ങി പോയെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഹീറോ വേറൊരു പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി വേറെ ആരുമല്ല, എല്ലാവരും പറഞ്ഞ ആ മരിച്ചുപോയ സുഷിയില്ലേ ആ പെൺകുട്ടിയായിരുന്നു. ഹീറോ അടക്കം ബാക്കി എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടി മരിച്ചു പോയി എന്നുള്ളതായിരുന്നു. അവൻ ഇവളെ കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. നീ എങ്ങനെ ഇവിടെ? ഞാൻ മരിച്ചു എന്നല്ലേ നീ അടക്കം എല്ലാവരും വിശ്വസിച്ചിരുന്നത്? പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. 1 വർഷം മുന്നേ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചതാ. പക്ഷേ എന്നെ ഒരാൾ രക്ഷപ്പെടുത്തി. ഞാൻ ഈ 1 വർഷം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. എൻ്റെ ഓർമ്മ പോയതിന് കാരണം എന്നെ രക്ഷപ്പെടുത്തിയ ആൾക്ക് എൻ്റെ വീടോ എൻ്റെ പേരോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഓർമ്മ വന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കാണാനാണ് ആദ്യമായിട്ട് ഇവിടേക്ക് വന്നത്. എനിക്കറിയാം നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ സ്നേഹം ഞാൻ ഈ ജന്മം കണ്ടില്ല എന്ന് വെച്ച പിന്നെ എനിക്ക് ഒരിക്കലും നിന്നെ പോലെ ഒരാളെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഇവനങ്ങ് ഹഗ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടുപുറകിൽ ഹീറോയിൻ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ നിന്ന് കരയുന്നത് പോലും ഇവന് ശ്രദ്ധിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവർ മുന്നേ സ്നേഹത്തിലായിരുന്നവരാണെന്നും ഇനി എന്തായാലും ഇവർ തമ്മിൽ ഒന്നിക്കാനായിട്ട് പോവുകയാണെന്നും. ആ വിഷമത്തിൽ അവളുടെ കയ്യിൽ അവൻ ഇട്ടുകൊടുത്ത റിങ് അവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവൾ കോളേജിലേക്കും പോകുന്നില്ല, കഫേയിലേക്കും പോകുന്നില്ല. ആകെ മുത്തശ്ശിയെ കാണാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ പോകും, വീട്ടിലേക്ക് വരും. ഹീറോയെ വിളിക്കാറുമില്ല, ഹീറോയോട് സംസാരിക്കാറുമില്ല. അങ്ങനെ ഇരിക്കെ അവളുടെ ഫ്രണ്ട് കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, എടി ഞാൻ എന്നോട് പറയണമെന്ന് വിചാരിച്ചതല്ല ഈ കാര്യം. പക്ഷേ ഒരു 3-4 ദിവസം കൊണ്ട് എനിക്ക് സമാധാനം തരുന്നില്ല ആ സീനിയർ പയ്യൻ. എപ്പോൾ വന്നിരുന്നാലും നിൻ്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. അവൾ വന്നില്ലേ, ഹോസ്റ്റലിൽ വന്നില്ലേ, ക്ലാസ്സിൽ വന്നില്ലേ, അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രശ്നം? നീ അവൻ്റെ പ്രശ്നത്തിലെങ്ങാനും പോയി തലയിടുവെല്ലാം ചെയ്തോ? അവൻ നീ വിശ്വസിക്കരുത് കേട്ടോ. അവൻ മഹാ തല്ലുകൂടിയായിട്ടുള്ള ചെക്കന. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നീ സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ എന്തോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി അങ്ങ് ബോധമില്ലാതെ തറയിലേക്ക് വീണിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവളാകെ പേടിച്ചിട്ട് മുത്തശ്ശിന്ന് വിളിക്കുന്നെങ്കിൽ ഇവർ കണ്ണ് തുറക്കുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ വന്ന് നോക്കുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് മുത്തശ്ശി സർജറി നടത്തിയേ പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അതും സർജറി ചെയ്യേണ്ടത് ആ മറ്റേ ഡോക്ടറല്ലേ, അയാളുടെ പേര് ജിന്നെന്നായിരുന്നു. അയാൾ പക്ഷേ ഇന്ന് ലീവാണ്. കുറേ സമയം കൊണ്ട് ഹീറോയിൻ അയാൾ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഇനി ആരെ വിളിക്കണമെന്നൊന്നും അറിയത്തില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ മുത്തശ്ശിയുടെ സർജറി നടത്തില്ല എന്നുണ്ടെങ്കിൽ മുത്തശ്ശിയെ ഒരിക്കലും രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അവളാകെ പേടിച്ചിട്ട് ഇനി ആരെ വിളിക്കണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇനി എന്തായാലും ഹീറോയെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവനോട് ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതുകൊണ്ട് ആ ജിൻ ഡോക്ടറിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുണ്ട്. അയാളും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശി സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ജിൻ ഡോക്ടർ ആരാന്ന് പറഞ്ഞാൽ ഈ വരുന്ന നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടില്ലേ, ഇവൻ്റെ ചേട്ടനായിരുന്നു കേട്ടോ. അവൻ വന്നിട്ട് ഹീറോനോട് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, അവൻ എല്ലാ കാര്യവും നന്നായിട്ട് നോക്കിക്കോളും. എന്തായാലും മുത്തശ്ശിയെ നമുക്ക് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഹീറോ അവിടെ എങ്ങാനും കാണാനേ ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ഇവൾക്ക് വേണ്ടിയുള്ള ഫുഡ് മേടിക്കാനായിട്ട് പോയതായിരുന്നു. അവളൊന്നും കഴിച്ചില്ല എന്നുള്ളത് അവൻ അറിയായിരുന്നു. അങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവളത് മേടിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഒരു വക പോലും വായിക്കകത്ത് വെക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ജിൻ ഡോക്ടർ ഹീറോയിനെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളെ റൂമിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു.
മുത്തശ്ശിക്ക് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സർജറി നടത്തിയെന്ന് വിചാരിച്ചിട്ട് പൂർണ്ണമായിട്ട് നമുക്കവരെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഒരു 6-7 കൊല്ലം വേറെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ആ ഒരു ഉറപ്പ് എന്തായാലും തരാനായിട്ട് പറ്റുമെന്ന് പറയുമ്പോൾ അവൾക്ക് ചെറിയൊരു രീതിയിലെങ്കിലും ഒരു ആശ്വാസം വരുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ ആ പുറത്ത് നിൽക്കുന്ന ചെക്കനാരാ, നിൻ്റെ ബോയ് ഫ്രണ്ട് എങ്ങാണ്ടോ ആണോ എന്ന് പറഞ്ഞിട്ട് ഹീറോയെ പറ്റി ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഞാനൊരു മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും നിന്നെ വേറൊരു രീതിയിൽ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിനക്ക് നല്ലൊരു ലൈഫുണ്ട്. ഒരിക്കലും നീ അവൻ്റെ പുറകെ നടന്ന് അവനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ലൈഫ് സ്പോയിൽ ചെയ്ത് കളയരുത്. ആരുടെയും സ്റ്റെപ്പായിട്ടിരിക്കാനായിട്ട് നീ ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവളോട് പറയുന്നുണ്ടായിരുന്നു. ഇവൾക്കത് കേൾക്കുമ്പോൾ ആകെ വല്ലാണ്ടാകുന്നുണ്ട്. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഹീറോയുടെ കൂടെ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. കാറിൽ അവൻ അവളെ കൊണ്ടുവിടാനായിട്ട് വരുന്ന സമയത്ത് അവളുടെ വീടിൽ ഒരു സ്പെയർ കീ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവനതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇവർ മുന്നേ ഒരുമിച്ച് ഈ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് 2 കീ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഹീറോയുടെ കയ്യിലും ഒരെണ്ണം നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരാണ് എപ്പോഴാണ് വീട്ടിൽ വരുന്നത് അറിയത്തില്ലല്ലോ. അവർ തുറന്ന് അത് കയറും. അങ്ങനെ ഇപ്പോൾ ഒരു സ്പെയർ കീ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അവനെ ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനും കൂടെ ആ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് ഇവൾ പറയാതെ പറഞ്ഞതായിരുന്നു അത്. അങ്ങനെ അവ കീ മേടിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഹീറോൻ ഉറക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് പതിവ് പോലെ അവൻ ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എന്താണോ ചെയ്യുന്നത് അതുപോലെ അവൾക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വരാൻ പറഞ്ഞിട്ട് അവൻ നേരെ അവളുടെ അടുത്തേക്ക് വരുന്ന സമയത്തായിരുന്നു അവൻ കൊടുത്തിരുന്ന ആ റിങ് അവളൊരു ചെയിനിലാക്കിയിട്ട് കഴുത്തിലിട്ടേക്കുന്നത് കാണുന്നത്. നീ ഈ റിങ് എന്തിനാ ഇങ്ങനെ കഴുത്തിലിട്ടേക്കെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്ത് പറ്റി? നിനക്കെന്നോട് ഇനി എങ്ങാനും പ്രണയം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവനെ കിസ് ചെയ്യാനായിട്ട് അടുത്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ മുഖം പെട്ടെന്ന് തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞിട്ട് മതി ബാക്കി എന്തും എന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ കവിളിലേക്ക് പിടിച്ചിട്ട് സത്യം പറയും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എപ്പോൾ മുതലാണ് നിനക്ക് എന്നോട് ആ സ്നേഹം തോന്നി തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യത്തിന്മേൽ ചോദ്യങ്ങൾ ഇനി ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവൾ പെട്ടെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം അർഹതപ്പെടാത്തതിനെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്നുള്ളത്. അതാ ഞാൻ എന്നോട് തുറന്നു പറയാതിരുന്ന് പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെ പറയുന്നത്? അർഹതപ്പെടാതെ ഇരുന്നതുകൊണ്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? അത് മാത്രമല്ല, ഞാൻ ആരുടെയും സെറ്റപ്പായിട്ട് ഇരിക്കാനും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഇതെന്തൊക്കെ വൃത്തികേടുകളായി പറയുന്നത്? ഇത്രയും നാളും ഈ ഒരു മാസക്കാലം നിൻ്റെ പുറകെ ഞാൻ നടന്നതല്ലേ? അപ്പോഴെങ്ങാനും നിനക്ക് എന്നെപ്പറ്റി അങ്ങനെ എങ്ങാനും തോന്നിയോ? നിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാനാണ് ഞാൻ കഴിഞ്ഞ ഒരു മാസം നിൻ്റെ പുറകെ നടന്നത്. എന്തുമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? ഇത് മാത്രം മതി, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. എൻ്റെ മരണം വരെയും നീ മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന പെണ്ണെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹീറോയിനാണെങ്കിൽ മുത്തശ്ശിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ആ സുഷിയില്ലേ അവൾ ഇവളെ കാണാനായിട്ട് വരുന്നുണ്ട്. ഞാൻ അറിഞ്ഞു കാര്യങ്ങളെല്ലാം. നീയാണല്ലേ ഇപ്പോൾ അവനെ കറക്കി എടുത്തിരിക്കുന്ന പുതിയൊരു പെൺകുട്ടി എന്ന് പറയുന്നത്. നീ പേടിക്കണ്ട. എത്രയായിരുന്നാലും അവൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് കൂടെ കഴിയേണ്ടതായിട്ട് വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന നീയൊക്കെ എന്തിനാ ഇങ്ങനെ അവനെ സ്നേഹിക്കാനാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവൾ ഇത് നീ പറയേണ്ട ആവശ്യമില്ല, എന്നെ ഇഷ്ടമല്ലെന്നും നിന്നെ ഇഷ്ടമാണെന്നും നീ പറഞ്ഞ് വിശ്വസിക്കാൻ മാത്രം ഞാൻ മണ്ടിയൊന്നുമല്ല. അത് അവൻ്റെ വാഗുകൊണ്ട് അവൻ തന്നെ പറയണം. അതുവരെ എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൾ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആ ജിം ഡോക്ടർ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഈ സുഷിയുടെ മുമ്പിലും ഹീറോയിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നീ എന്തിനാ ഇങ്ങനെ വെറുതെ അവളെ പുറകെ നടന്നിട്ട് അവളെ ഉപദേശിക്കാനായിട്ട് നടക്കുന്നതെന്ന് ചോദിക്കും. സുഷിക്ക് തീരെ ഇഷ്ടപ്പെടാണ്ട് നീ ആരെയും ഉപദേശിക്കാനായിട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം നീ എങ്ങനെയെന്നുള്ളത് നിനക്ക് തന്നെ നന്നായിട്ടറിയാം. പിന്നെ എൻ്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ കുറയ്ക്കാനായിട്ട് നിനക്ക് എങ്ങനെ ഈ ധൈര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഈ ഡോക്ടറിനെ അടിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ തന്നത് വേറൊന്നിനുമല്ല, കുറേ പെൺകുട്ടികളുടെ ജീവിതം നീ നശിപ്പിച്ചതല്ലേ, അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ചെറിയ സമ്മാനം തരണമല്ലോ, അങ്ങനെ തന്നതെന്ന് മാത്രം കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നിന്ന് ഡോക്ടറാണെങ്കിൽ ഹീറോയിനോട് പറയുന്നുണ്ട്, നിനക്ക് ഇനിയും സമയമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതിനെ പറ്റിയിട്ട് നീ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. ഇപ്പം ഈ പോയ പെൺകുട്ടിയും നീ സ്നേഹിക്കുന്ന ആ പയ്യനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് നിനക്കറിയാവോ? ഞാൻ അതിനെ പറ്റിയിട്ട് നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് പേര് ഈ കഥ എന്നോട് പറയാനായിട്ടിരുന്നതാ, പക്ഷേ എനിക്ക് കേൾക്കാനായിട്ട് ഒരു താല്പര്യമില്ല. അത് അവൻ എപ്പോഴാണോ പറയാനായിട്ട് തോന്നുന്നത് അപ്പം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. ഇത് കേട്ടോണ്ടെന്ന ഹീറോ ആണെങ്കിൽ നിങ്ങൾക്കെന്താ ആവശ്യത്തിൽ അധികം ഒരു ശ്രദ്ധ ഇവളുടെ അടുത്ത്, അതിൻ്റെ ആവശ്യമില്ല കേട്ടോന്ന് പറഞ്ഞിട്ട് നേരെ അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോയുടെ മുത്തച്ഛൻ എന്ത് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഹീറോ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നത്. ഹീറോയിൻ പെട്ടെന്ന് എങ്ങനെയുണ്ട് മുത്തച്ഛന്, നീ കയറി കണ്ടോന്ന് ചോദിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് കിടക്കുന്നുണ്ട്. നിനക്കൊരു കാര്യം അറിയാവോ, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അച്ഛനെക്കാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് മുത്തശ്ശനെ ആയിരുന്നു. പക്ഷെ അതൊരു 8 വയസ്സ് വരെ മാത്രമായിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുഴുവനും ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് എൻ്റെ മുത്തശ്ശൻ്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് അടി കൂടിയിട്ട് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നു. അന്നേരം മുത്തശ്ശന്
എൻ്റെ അച്ഛൻ്റെ കുട്ടി തന്നെയാണോ ഞാനെന്നുള്ളൊരു സംശയവും ഉണ്ടായി. അതിൻ്റെ പേരിൽ DNA ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയെ എപ്പോഴും എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശൻ പിന്നെയും നീ എന്നോട് സത്യം പറയണം, അതെൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ മകൻ്റെ കുഞ്ഞൊന്നുമല്ല. DNA ടെസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നാണം കെടാനായിട്ട് പോകുന്നത് നിങ്ങൾ തന്നെയാണ്, അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ അമ്മ. അത് നമ്മുടെ ഹീറോ കേൾക്കുന്നുമുണ്ട്. അവനത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഹീറോ അക്കാര്യം കേട്ടുന്നുള്ളത് ഇവൻ്റെ അമ്മയ്ക്കും മുത്തശ്ശനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു ജീവിയായിരുന്നു. അങ്ങനെ ഇക്കാര്യം ഇവളോട് പറയുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൻ ഏത് സാഹചര്യത്തിലാണ് വളർന്നതെന്നുള്ളത്. അത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് സാരമില്ല, നീ മുത്തശ്ശി ഒന്ന് പോയി കണ്ടിട്ട് വന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അവൾ മുത്തശ്ശി കാണാനായിട്ട് വരുന്ന സമയത്ത് 2 നേഴ്സ് വന്ന് പിന്നെയും പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ആ മുത്തശ്ശിന് വേറെ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ആ ചെറുമോൻ കാണാനായിട്ട് വന്നില്ലേ, അവൻ വന്നു പോയതിനു ശേഷം അയാൾക്ക് പിന്നെയും ഒരു മുറിവ് പറ്റി. അവനൊരു സൈക്കോ തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോയെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് കേൾക്കുമ്പോൾ അവൾക്കാകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. എന്നാൽ മുത്തശ്ശി ഒന്ന് കാണുമെന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് മുത്തശ്ശൻ കിടക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഹീറോയുടെ അമ്മയും നേഴ്സും കൂടെ സംസാരിക്കുന്നത് ഇവൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് നോക്കിയേ, ഇനി എങ്ങനെ അവൻ വരുവാണെങ്കിൽ നിങ്ങളാരും അവനെ റൂമിലേക്ക് കയറ്റി വിടണ്ട, അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുമ്പോൾ നേഴ്സും പറയുന്നുണ്ട്, ആ ശരി തന്നെയാണ്, ഞങ്ങളിനി അത് ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരവിടെ നിന്ന് പോകാനായിട്ട് തിരിഞ്ഞ സമയത്ത് ഹീറോയിൻ ഇവർ കാണുന്നുണ്ടായിരുന്നു. ഓ നീ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശി ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓ അങ്ങനെയാണോ, ഞാൻ അറിഞ്ഞിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരുമിച്ചാണോ താമസിക്കുന്നത് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ അതേന്ന് ഇവളും പറയുന്നുണ്ട്. മോളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഒരിക്കലും നിനക്ക് ശരിയാകത്തില്ല എന്നുള്ള കാര്യം. പറഞ്ഞാൽ കേൾക്കില്ല എന്ന് വെച്ചാൽ പിന്നെ ഇനി പഠിച്ചിട്ടേ മനസ്സിലാവുന്നു ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കുറേ ദിവസം ഇനിയും ഫ്രണ്ടിൽ കിടക്കുമല്ലേ. അവനെ ഞാൻ പ്രസവിച്ചു തോർത്ത് ഇന്നും ഞാൻ ദുഃഖിക്കുന്നുണ്ട്. ഇതുപോലൊരു വൃത്തികെട്ടവനെയാണ് ഞാൻ പ്രസവിക്കാനായിട്ട് പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ അന്ന് തന്നെ എങ്ങനെയെങ്കിലും കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഇത് നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതവൾക്ക് മനസ്സിലാകുമ്പോൾ കാക്ക സങ്കടം വരുന്നുണ്ടായിരുന്നു. ഹീറോ പിന്നെ അവിടെ നിൽക്കാതെ അങ്ങ് നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇത് കിടന്ന ഹീറോയിൻ ആണെങ്കിൽ നിങ്ങളെ മുഴുവനും മനസ്സിലാക്കി അവനിപ്പോൾ വിഷമിക്കുന്ന എന്തോ ഓർത്തെന്ന് അറിയാമോ, നിങ്ങളുടെ വയറ്റിലാണോ വന്ന് ജനിച്ചെന്ന് ഓർത്തിട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവനാകെ സങ്കടം വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ കണ്ണീര് പുറത്തേക്ക് വരാതെ അവൻ മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇത്രയും വർഷം ഞാനിതൊക്കെ അനുഭവിച്ചതല്ലേ, അപ്പോൾ എനിക്കിതൊന്നും അത്ര പുതുമയുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾ അവനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ലോകത്ത് നീ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എനിക്കറിയാം ഇതൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പറയുന്നതല്ലേ, ഒരിക്കലുമല്ല. ഞാൻ ആദ്യമായിട്ട് നിന്നെ പ്രണയിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ഇതുവരെയും എൻ്റെ പൂർണ്ണ മനസ്സോടു കൂടെ തന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നിനക്ക് എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തതുപോലെയാണ് എനിക്ക് എൻ്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതർ തന്നെയല്ലേ. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, എന്തൊരു പ്രശ്നം വന്നാലും നിനക്ക് ഞാനും എനിക്ക് നീയും എന്നും ഉണ്ടാവുന്നുള്ളത് അറിയാലോ. പിന്നെ എന്തിനാ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഓർത്ത് വിഷമിക്കാനായിട്ട് നിൽക്കുന്നത് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചധികം സമയം ആ കിസ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൈ കോർത്ത് നടന്നു വരുന്നത് ഈ ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു. അയാളത് കാണുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഹീറോയുടെ ചുണ്ടിൽ ഒരു ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അങ്ങനെ കിസ് ചെയ്ത സമയത്ത് എനിക്ക് ശ്വാസം കിട്ടത്തില്ല, അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇനി ഇതുപോലെ കിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവൾക്കൊക്കെ നാണം വരുന്നുണ്ടായിരുന്നു. ശേഷം അവൾ അവളുടെ മുത്തശ്ശിയെ കാണാനായിട്ട് വരുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് വേറെ ഒരു പ്രശ്നമില്ലെങ്കിലും ഓർമ്മ മാത്രം തിരികെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യം വരെ മാത്രമേ ഇവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മുത്തശ്ശി ഇങ്ങനെ ജീവനോടെ തന്നെ കാണാൻ പറ്റുന്നത് ഓർത്തിട്ട് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഹീറോയിനും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വഴിയിൽ നിന്ന് ഒരു കുഞ്ഞു ഡോഗിനെ കിട്ടുന്നുണ്ട്. അത് ഹീറോ നേരെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നിൽക്കുന്ന സമയത്ത് അത് ഹീറോയുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് മാന്തുന്നുണ്ടായിരുന്നു. അവൻ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ അതെന്താ നോക്കാനായിട്ട് കൈ എടുത്ത് നോക്കുന്ന സമയത്ത് അവനൊരു ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അതൊരു പക്ഷിയുടെ ആയിരുന്നു. ഇതെന്താ ഇങ്ങനെ ഒരു ടാറ്റു എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ കുഞ്ഞിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പക്ഷിയെ വളർത്തിയിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയോ ചത്തുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ സ്നേഹിക്കാനെന്ന് പറഞ്ഞ് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയായിരുന്നു എനിക്ക് ആ പക്ഷിയെ കിട്ടിയത്. അതെന്തോ എൻ്റെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം എനിക്കെന്തോ ലൈഫിൽ ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നലായിരുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കെന്നോളം ഇങ്ങനെ കയ്യിൽ ടാറ്റു ചെയ്തത്. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ ഒരു ടാറ്റുവിനെ പറ്റിയിട്ട് ഞാൻ ആലോചിക്കാറ് കൂടിയില്ല. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ദൈവം എനിക്ക് നിന്നെ തന്നു, എനിക്കത് മാത്രം മതി. ഈ ലോകത്ത് ഒറ്റപ്പെടൽ എന്താണെന്നുള്ളത് ഞാൻ ഒരുപാട് അനുഭവിച്ചായിരുന്നു കുട്ടിക്കാലം മുഴുവനും വളർന്നു വന്നത്.
നിന്നെപ്പോലൊരു പെൺകുട്ടി ഏതൊരാണും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവനോട് ഭയങ്കരമായിട്ട് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കിസ്സിങ് വീട് വരെ പോകുന്നതുകൊണ്ട് അന്നേ ദിവസം നൈറ്റ് അവർ ഒരുമിച്ച് സ്റ്റേ ചെയ്തിട്ട് ഹാപ്പി ആകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ മുത്തശ്ശിയെ ഡിസ്ചാർജ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരെ നോക്കാനായിട്ട് ഒരു കെയർ ടേക്കറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഈ ജിൻ ഡോക്ടറിൻ്റെ അനിയനില്ലേ, അതായത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്, അവനെന്തോ ഹാർട്ടിനെന്തോ പ്രശ്നം വന്നിട്ട് ഒരു അറ്റാക്ക് പറ്റിയെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവന് കുഞ്ഞുനാളിലെ ഹാർട്ടിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറമേ ആയിരുന്നു ഇപ്പോൾ അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഈ ജിൻ ഡോക്ടർ പുറത്തിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം ഹീറോ നേരെ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ വിഷമിക്കണ്ട, അവൻ പെട്ടെന്ന് ഓക്കെ ആവുമെന്ന് പറയുമ്പോൾ അതെനിക്കറിയാം, ശത്രുക്കളെ പോലും ആശ്വസിപ്പിക്കാനുള്ള നിൻ്റെ ഒരു മനസ്സില്ലേ, നീ നല്ലൊരു പെൺകുട്ടിയാന്ന് വന്ന് ജിൻ അവളുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീറോ കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും അവന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. നീ എന്തിനാ ഇത് അവളുടെ അടുത്തേക്ക് പോയി പറയുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയുമ്പോൾ ഇവനത് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നിനക്കറിയാം ഈ ജിൻ ഡോക്ടറിനെ പറ്റിയിട്ട്, അവൻ ഭയങ്കര ടാലൻ്റ് ആയിട്ടൊരു പയ്യനായിരുന്നു കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്. പക്ഷേ ചെറുപ്പം തൊട്ടേ ഇവൻ്റെ അനിയൻ അങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട് മാത്രം അവനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അവൻ ഇപ്പോൾ ഈ കാണുന്ന ഡോക്ടറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ പുകഴ്ത്തി പറയുന്ന സമയത്ത് ഇത് എന്ത് പറ്റി, അല്ലെങ്കിൽ അവൻ്റെ ശത്രുവാണല്ലോ നീ എന്ന് പറയുന്നത്, നിനക്കാണെങ്കിൽ അവനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇപ്പം അവൻ പോയപ്പോഴത്തേക്കും അവനെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പം മനസ്സിലെവിടെയോ നിനക്ക് അവന് ഇഷ്ടമുണ്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടമുണ്ടെന്നോ, നീ എന്തിനിപ്പം അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു മണ്ണാക്കട്ടെ എൻ്റെ മനസ്സിലില്ല, നീ വെറുതെ ആവശ്യമില്ലാത്തത് പറയണമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, എനിക്കറിയാം നിനക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ ഓടുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവൾ അടിക്കാനായിട്ട് ഓടുന്നുണ്ട്. അങ്ങനെ ഇപ്പം എന്തായാലും അവൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ ഈ ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നത് കൊണ്ട് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഹീറോ ഉണ്ടായിരുന്നു, ഹീറോയിൻ ഉണ്ടായിരുന്നു, ഹീറോയുടെ 2 ഫ്രണ്ട്സും, അവൽ ഒരാളുടെ അനിയത്തി, ഒരാളുടെ ലവർ, മാത്രമല്ല ആ സുഷിയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നൈറ്റ് ഒരു സ്ഥലത്ത് ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുക എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. എല്ലാവരും കൂടെ പോകുമ്പോഴത്തേക്കും ഈ ഇരിക്കുന്ന 2 പെൺകുട്ടികൾക്കും നമ്മുടെ ഹീറോയിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഗെയിംസൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഇനി എല്ലാവരും കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. അന്നേരം ഈ കൂട്ടുകാരൻ ചെക്കൻ്റെ അനിയത്തിയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് പേടിയാന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഞാൻ എൻ്റെ ഒപ്പം വന്ന് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചു അവിടെ പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഹീറോയിന് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സുഷി ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ പോയി കിടക്കുമെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോ വന്നിട്ട് ഈ സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു പറഞ്ഞ് ആ കൂട്ടുകാരനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് നേരെ ടെന്റിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. എടാ നീ ചെയ്യുന്നത് ഒട്ട് ശരിയല്ല കേട്ടോ, ഓൾറെഡി അവൻ്റെ ലവറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മിണ്ടാതെ കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് ഹീറോ പറയുന്ന സമയത്ത് അവൻ്റെ പേഴ്സ് തറയിലേക്ക് വീണുന്നുണ്ടായിരുന്നു. ഇത് ഈ കൂട്ടുകാരൻ ചെക്കൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരുന്നു ഹീറോയിൻ്റെ പഴയൊരു ഫോട്ടോ ഈ പേഴ്സിലിരിക്കുന്നവൻ കാണുന്നത്. അപ്പോഴായിരുന്നു അവനൊരു കാര്യം ഓർമ്മ വരുന്നുണ്ടായിരുന്നത്. എടാ ഇത് അവളാണോ എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയിനും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ഹീറോയിന് പീരീഡ്സ് ആയിട്ട് ഡ്രസ്സിൽ മുഴുവനുമായി അവൾക്ക് അനങ്ങാൻ പോലും പറ്റാതെ ഒരു ബസ് സ്റ്റോപ്പ് പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അവനപ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് ഇവൾക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇവളിങ്ങനെ ഇരിക്കുന്നതെന്നുള്ള കാര്യം. അങ്ങനെ ഒരു പാക്കറ്റ് പേട് മേടിച്ചിട്ട് അത് ഫ്രണ്ട് ചെക്കൻ്റെ കയ്യിൽ കൊടുത്ത് നേരെ അവളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്ന് മുതലേ നമ്മുടെ ഹീറോ മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്ന സ്നേഹമായിരുന്നു നമ്മുടെ ഹീറോയിനോട് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അത് ഈ കൂട്ടുകാരൻ ചെക്കന് മാത്രമേ അറിയാവുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാര്യം ഇവർ ടെൻറ്റിനുള്ളിൽ നിന്ന് സംസാരിക്കുന്നത് ഈ പുറത്തുനിന്ന് സുഷി കേൾക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഒന്ന് സിഗരറ്റ് വലിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവളിത് കേട്ടോണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ പണ്ട് മുതലേ അവളെയാണോ സ്നേഹിക്കുന്നത് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. സുഷി പ്ലീസ്, എനിക്കറിയാം നീ നല്ലൊരു പെൺകുട്ടിയാണ്, പക്ഷേ ഇതുവരെയും വേറൊരു രീതിയിലുള്ളൊരു ഇഷ്ടം എനിക്ക് നിന്നോട് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾക്കത് സങ്കടം വന്ന് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഉറങ്ങിക്കിടന്ന ഹീറോയിനെ ആണെങ്കിൽ ഇപ്പം മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചൊക്കെ തുരത്തി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് അവിടെ കുറേ ഫയർ വർക്ക്സ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് രാത്രി തന്നെ തിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടെ നേരെ തിരികെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുത്തശ്ശിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇനി എന്തായാലും ഹോസ്റ്റലിൽ നിൽക്കുന്നത് ശരിയാകത്തില്ല എന്ന് മനസ്സിലായിട്ട് അവളുടെ കുറച്ച് ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് എടുക്കണമായിരുന്നു. അതെടുക്കാനായിട്ട് ഹീറോ നേരെ അവളെ ഹോസ്റ്റലിൽ രാത്രി കൊണ്ടുവന്ന് ഇറക്കി വിടുന്നുണ്ടായിരുന്നു. അവർ 2 പേരും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ പുറത്ത് നിൽക്കുന്ന 2-3 പെൺകുട്ടികൾ ഇവരെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓൾറെഡി ഹീറോയിനും എന്തോ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളൊരു സംസാരം കോളേജിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ആരും ഇവനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരു തൊപ്പിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഈ തൊപ്പി എടുത്ത് വെച്ചെന്ന് ചോദിക്കുമ്പോൾ അല്ല, നിനക്ക് വെറുതെ വേറെ ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓൾറെഡി നമ്മൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലുള്ളൊരു സംസാരം എൻ്റെ ഒപ്പം നടക്കുന്നത് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അത് നിനക്കൊരു പ്രശ്നമായിട്ട് വരുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നീ മര്യാദയ്ക്ക് തൊപ്പി എടുത്ത് മാറ്റുന്നത് പറഞ്ഞ് വിളി ചീത്ത പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവൾ നേരെ റൂമിലേക്ക് പോയിട്ട് ഇവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അവളെ ഹെൽപ്പ് ചെയ്തിട്ട് അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ആ ലഗേജ് എല്ലാം കൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് ഈ കാറിലിരിക്കുന്ന ഹീറോയെ കാണുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവൾ ഉടനെ ഹോസ്റ്റലിലേക്ക് കയറി ഓടുന്നുണ്ട്. ഇനി അങ്ങനെ ഇവളുടെ കൂടെ കൂടിയിട്ട്
എനിക്കിനി വേറെ ഒരു പ്രശ്നം വരരുന്നുള്ള പേടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഹീറോയിന് ഇതൊക്കെ കാണുമ്പോൾ വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ താൻ കാരണം വേറൊരു പ്രശ്നം അവൾക്കുണ്ടായിരുന്ന ഹീറോയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഹീറോയിന് ഒരു ഓഫർ വരുന്നുണ്ട്. അവൾക്ക് ലോയറായിട്ട് പഠിക്കണം, അതും അബ്രോഡ് പോയി തന്നെ പഠിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കോളേജിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അവൾക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഹീറോയെ വിട്ട് പിരിയുന്നതും മാത്രമല്ല, വയ്യാതെ കിടക്കുന്ന മുത്തശ്ശി എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചറിനോട് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കോളേജിൽ സീനിയർ ആയിട്ടുള്ള ഒരു പയ്യൻ ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ പാർട്ടിയിൽ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ട്സും ഹീറോയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോ മെയിനായിട്ട് പോകാനുള്ള കാരണം ഈ ചെക്കനെ ഹീറോയിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇനി അവനെങ്ങാനും ഇവളോട് മിസ്ബിഹേവ് ചെയ്താലോ അത് പേടിച്ചിട്ടായിരുന്നു അവൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും മദ്യപിക്കുന്ന കൂട്ടത്തിൽ ഹീറോ നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ബോധമില്ലാതാകുന്ന സമയത്ത് ഈ ചെക്കൻ ഹീറോയിനോട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നവന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ തന്നെ ഹീറോ അവിടെ ചെറിയൊരു അടിപിടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവസാനം എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ഹീറോയിൻ അവനെയും കൂട്ടിട്ട് നേരെ പുറത്തേക്ക് വരുമ്പോൾ, നീ എന്തിനാ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നോക്കിയത്, അവൻ അതിനൊന്നും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ, എനിക്കിഷ്ടമല്ല, നിന്നോട് ആരും അതിന് വിട്ട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇവൻ ദേഷ്യപ്പെടുന്ന സമയത്ത് കൂൾ ഡൗൺ, ഞാനതിന് നീ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞതെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദേഷ്യം നീ കുറയ്ക്കാനായിട്ട് എന്നെ ഒന്ന് കിസ് ചെയ്യാമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ തന്നെ അങ്ങോട്ട് കിസ് ചെയ്യുന്ന സമയത്ത് അവൾക്കും എതിർക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിസ്സിങ് എല്ലാം കഴിഞ്ഞ ശേഷം അവർ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഹീറോയിനും അന്ന് ഹോസ്റ്റൽ രാത്രി ലഗേജൊക്കെ എടുക്കാനായിട്ട് പോയ സമയത്തുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ഇവർ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫ്രണ്ട്സ്. അങ്ങനെ ഇവരെ പറ്റിയിട്ടായിരുന്നു ഗ്രൂപ്പിലുള്ള ചർച്ചയെന്ന് പറയുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും അവളെക്കാട്ടിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നത് ഹീറോയ്ക്കായിരുന്നു. ഞാൻ കാരണമല്ലേ ഇപ്പം എല്ലാവരുടെ മുന്നിൽ നീ എന്തോ ഒരു വലിയ തെറ്റുകാരിയെ പോലെ ആയത്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല, പിന്നെ അത് ഓർത്ത് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ലടി, നീ ആ സുഷിയുടെ കാര്യം ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനി അത് മറച്ചു വയ്ക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഇപ്പോഴെങ്കിലും അത് നിന്നോട് എനിക്ക് പറയണം. ശരിക്കും പറഞ്ഞാൽ ആ സുഷിയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്ക് ആ ജിം ഡോക്ടറിനെ അറിയത്തില്ലേ, അവനും സുഷിയും ഇഷ്ടത്തിലായിരുന്നു. അവൾക്ക് അവനെന്ന് പറഞ്ഞ ജീവനായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ അല്ലായിരുന്നില്ല. അവന് വെറുതെ ഒരു ഫിസിക്കൽ റിലേഷനായിട്ട് മാത്രമേ അവളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൻ മാക്സിമം അവളെ യൂസ് ചെയ്തിട്ട് അവൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അങ്ങ് കൈയൊഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ജിന്നിൻ്റെ അനിയനെ കാണാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോയപ്പോഴായിരുന്നു ജിൻ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് സുഷി ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോഴായിരുന്നു അവൻ ഇങ്ങനെയൊക്കെയാണ് അവളോട് ചെയ്യുന്നുള്ള ഞാൻ അറിയുന്നത്. അവൾ അങ്ങനെ നിന്ന് കരയുന്ന കണ്ടപ്പോൾ അവളെ ഒറ്റയ്ക്കാക്കാനായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്തോ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, എൻ്റെ ഒപ്പം വരാമോ എന്ന് എന്നോട് ചോദിച്ചു. കൂടെ പോയപ്പോഴത്തേക്കായിരുന്നു അറിഞ്ഞത് അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അത് പറയാനായിട്ട് എൻ്റെ ഫോണിൽ നിന്ന് ജിന്നിനെ ഒരുപാട് തവണ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്തതുമില്ല, അവളോടൊന്ന് സംസാരിച്ചതുമില്ല. അങ്ങനെയായിരുന്നു അന്ന് അവൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹോസ്പിറ്റലിലും ജിന്നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ എന്നെ അവളെയും ചേർത്ത് കണ്ടതുകൊണ്ട് തന്നെ ഞാനും അവളും തമ്മിലാണ് എന്തോ റിലേഷൻ ഉള്ളതും ഞാൻ കാരണമാണ് അവൾ പ്രഗ്നൻ്റ് ആയെന്നുള്ള രീതിയിൽ എല്ലാവരും സ്പ്രെഡ് ചെയ്തു ഓരോ ന്യൂസായിട്ട്. ഹീറോയെ പറ്റിയിട്ടാണ് പുറത്തുള്ള എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുന്നുള്ളത് അറിയാന്നിട്ടും ജിന്നിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹീറോ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ വേണമെങ്കിൽ ഈ ഒരു കാര്യം ഞാനാണ് ചെയ്യുന്നത് പറഞ്ഞ് ഏറ്റെടുക്കാം, പകരം നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യണം. അവളുടെ മുത്തശ്ശി ഇവിടെയല്ല അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്, നീ അവരെ ചികിത്സിച്ച് അവരുടെ എല്ലാ അസുഖങ്ങളും ഭേദമാക്കണം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ പേരിൽ യാതൊരു പ്രശ്നവും വരത്തില്ല എന്ന് പറയുമ്പോൾ ജിൻ ഡോക്ടർ അതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു റീസണാണ് ഉള്ളതെന്നുള്ളത് ഹീറോയിനോട് ഇവൻ പറയുന്നില്ല. ജിന്നിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്തതായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ പിന്നെയും, അല്ല നീ എന്ത് സഹായമാണ് ജിന്നോട് ആവശ്യപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതെന്തോ ഞാനന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അവൻ കള്ളം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പം മുത്തശ്ശിക്ക് ഭേദമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അവർക്ക് കേക്ക് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കേക്ക് മേടിക്കാനായിട്ട് ഹീറോയിൻ പുറത്തേക്ക് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് മുത്തശ്ശി നല്ല ഉറക്കമായിരുന്നു. പക്ഷേ കേക്ക് കൊണ്ടുവന്നിട്ട് മുത്തശ്ശി ഒരുപാട് തവണ ഇവിടെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അവരുടെ കൈയൊക്കെ തണുത്ത് മരവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കുറേ തവണ വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തത് കാരണം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മുത്തശ്ശി അവളെ തനിച്ചാക്കി പോയി എന്നുള്ള കാര്യം. അവൾ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവൾ ബോധമില്ലാതെ വീഴുന്നുമുണ്ട്. കണ്ണ് തുറക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് ഇവൾ കാണുന്നത്. അവൾ എഴുന്നേറ്റിരുന്ന് ഹീറോയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട്. ഈ ലോകത്ത് എനിക്കിനി സ്വന്തം എന്ന് പറയാനായിട്ട് ആരുമില്ലടാ, എൻ്റെ മുത്തശ്ശി എന്നെ വിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് കരയുന്ന സമയത്ത് നീ സങ്കടപ്പെടേണ്ട, നിൻ്റെ കൂടെ ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവൻ അവളെ ആശ്വസിപ്പിച്ച് കിടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ജിം ഡോക്ടർ അവനെ കണ്ടിട്ട് പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ ഇനിയെങ്കിലും നിനക്ക് അവളോട് തുറന്നു പറഞ്ഞൂടെ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അവളുടെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി നീയാണെന്നുള്ളത് എന്നെങ്കിലും അവൾ അറിയേണ്ടതായിട്ട് വന്ന ഈ സ്നേഹമൊക്കെ അപ്പം അവൾക്ക് നിന്നോട് കാണുമായിരിക്കുമോ? നീ അതേപ്പറ്റിയിട്ട് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൾക്ക് എന്തോ ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങാനും ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് വരുന്ന സമയത്തായിരുന്നു ഇവർ ഈ സംസാരിക്കുന്ന ഇവൾ കേൾക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അപ്പോൾ അവൻ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ അവനായതുകൊണ്ടാണോ?
ഇത്രയും വലിയൊരു നുണ മനസ്സിൽ വെച്ചിട്ടാണോ ഇത്രയും നാളെ നിന്റെ മുമ്പിൽ അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ അവൾക്ക് അബ്രോഡ് പഠിക്കാനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് വിളിച്ചവൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ റൂമിലേക്ക് വരാനായിട്ട് വരുന്ന സമയത്തായിരുന്നു ഈ തറയിൽ കിടക്കുന്ന പേപ്പർ ഇവൻ കാണുന്നത്. അങ്ങനെ ഇവന് മനസ്സിലാകുന്നുണ്ട് ഡോക്ടറും ഇവന് സംസാരിച്ച കാര്യം അവൾ കേട്ടു എന്നുള്ളത്. അവനാണെങ്കിൽ പിന്നെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. ഹീറോയിൻ അതിൽ പിന്നെ കുറേ ദിവസത്തേക്ക് ഹീറോയോട് ഒന്ന് സംസാരിക്കുകയോ അവനെ ഒന്ന് കാണുകയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവനോട് ഇനി എന്ത് പറയണമെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നില്ല. അങ്ങനെ രാത്രി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഹീറോയിൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ ഡോറ് തുറക്കാനായിട്ട് താക്കോല് വെക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡോറ് തുറന്നു തരട്ടെ ചോദിക്കുമ്പോൾ മതി നിർത്ത്, നീ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? ഇതുവരെ എന്നെ നീ പറ്റിച്ചതൊന്നും പോരെ, നീ ഇനിയെങ്കിലും എന്നോട് സത്യം പറയും, നിനക്ക് എന്നെ എത്ര വർഷം കൊണ്ട് അറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 7 കൊല്ലം കൊണ്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പറഞ്ഞ സമയത്തെങ്കിലും ഇതെല്ലാം നിനക്ക് എന്നോട് തുറന്ന് പറഞ്ഞോടായിരുന്നു പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഹീറോയ്ക്ക് മറുപടി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ സങ്കടത്തോടെ അവിടെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു ഹീറോ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവൾ അബ്രോഡ് പോകുന്നുണ്ടെന്നുള്ള കാര്യം. നേരെ ഇവൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവരുടെ ടീച്ചറിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഇവിടുന്ന് മെയിൽ അയച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും അവൾ പഠിക്കാനായിട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവന് പിന്നെ അതിലൊന്നും ചെയ്യാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഹീറോ നേരെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ഓൾറെഡി വീട് വിറ്റിട്ടുണ്ടായിരുന്നു വേറൊരാൾക്ക്. അയാൾ വന്നിട്ട് അവൾ വീട് വിറ്റു എന്ന് പറയുന്നുണ്ട്. ഹീറോ ഉടനെ അതിൽ 10 മടങ്ങ് കാശ് കൊടുത്ത് ആ വീട് മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയിൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ അവന് ഭയങ്കര സമാധാനമാകുന്നുണ്ടായിരുന്നു. നേരെ കയറി ചെല്ലുമ്പോൾ അവൻ അന്ന് കൊടുത്ത ആ റിങ്ങും പിന്നെ മുത്തശ്ശിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവൻ കുറേ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് അതും കൊടുക്കുന്നുണ്ട്. അത് വേറെ എവിടെന്നുമല്ല, അവളുടെ വീട് വിട്ട കാശായിരുന്നു. ഓ, ഇതെല്ലാം തിരികെ തന്നിട്ട് എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് നീ നോക്കുവാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി നീ ആണെന്ന് ഞാൻ അറിഞ്ഞു. അതിലെനിക്ക് വേറെ ദേഷ്യമൊന്നുമില്ല. എൻ്റെ അച്ഛനൊരു ഫൈറ്ററാണ്. അവരുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ മരണപ്പെട്ടു പോയതാണെന്നുള്ളത് എനിക്കറിയാം. അതിൽ ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ നീ ഇപ്പം എന്തിനാ ഇതൊക്കെ എനിക്ക് തിരികെ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. പഠിക്കാനായിട്ട് ഞാൻ അബ്രോഡ് പോകുന്നുണ്ട്. സോ അതിനു മുന്നേ തരേണ്ട കടങ്ങളൊക്കെ തന്നു തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നെന്ന് പറയുമ്പോൾ പ്ലീസ് നീ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ പഠിക്കാൻ വേണ്ടിയിട്ട് പൊക്കോ, പക്ഷേ നമ്മുടെ കല്യാണം അതിന് മുന്നേ നമുക്ക് നടത്താം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എത്ര വർഷം വേണമെങ്കിലും അതിനുശേഷം ഇവിടെ കാത്തിരിക്കാം. പ്ലീസ് നീ എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് ഇവിടെ നിൽക്ക്. എന്നെ കല്യാണം കഴിച്ചിട്ട് നിനക്ക് പൊക്കോടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല. ഞാൻ ആരുടെയും അടിമയൊന്നുമല്ല. അത് മാത്രമല്ല ഞാൻ ആരെയും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പ്ലീസ് ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക്. അവൻ ഒരുപാട് കെഞ്ചി പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് അവനാകെ ദേഷ്യം വരുന്നുണ്ട്. അതിൽ പിന്നെയും അവൻ അവളെ വിടുന്നുണ്ടായിരുന്നില്ല. അവൾ എവിടെയാണോ പോയത് അവിടെ പോയിട്ട് അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിനപ്പുറം അവന് മനസ്സിലാകുന്നുണ്ട് അവൾ അവളുടേതായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി അതിനപ്പുറം ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് അവൻ തിരികെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം 8 വർഷങ്ങൾക്ക് ശേഷമുള്ള ഹീറോയിനാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു വലിയ ലോയർ ആയിട്ടുണ്ടായിരുന്നു. അന്നേരം അവളുടെ ഫ്രണ്ട് അവളുടെ ബർത്ത്ഡേ വിഷ് ചെയ്ത് വിളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടടി ഇന്നത്തെ ബർത്ത്ഡേ? സ്ഥിരം വരാറുള്ളത് പോലെ ഗിഫ്റ്റ് പിന്നെയും വന്നെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഗിഫ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്. എല്ലാ വർഷവും, അതായത് അവൾ അബ്രോഡ് പോയതിനു ശേഷമുള്ള എല്ലാ ബർത്ത്ഡേക്കും നമ്മുടെ ഹീറോ ഒരു ഗിഫ്റ്റ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അവനാണ് അയച്ചതെന്ന് അറിയായിരുന്നു. പക്ഷേ ഹീറോയിൻ അതിലൊന്നും വലിയൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ നോക്കുമ്പോഴും എപ്പോഴെങ്കിലും തിരികെ പോയി അവൻ്റെ ഒപ്പം ഒരു ലൈഫ് വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് മദ്യപിച്ചിരിക്കുന്നുണ്ട്. അവൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കറിയായിരുന്നു എല്ലാ വർഷവും ഹീറോയിൻ പോയതിനു ശേഷം ഇങ്ങനെ ഓരോ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്ന കാര്യം. അവർക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും തമാശയായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇവർ വേറെ പണിയൊന്നുമില്ലേ, അവൾ അവിടെ പോയിട്ട് ഇവനെ മറന്ന് വേറെ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കും, ഇവൻ പൊട്ടൻ തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ഒരു മാളിലേക്ക് പോകുന്ന സമയം അവിടെ വെച്ച് ഹീറോയുടെ ഫ്രണ്ട് സുഷിയെ കാണുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ള കാര്യം ഇവൾക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ ഉപദേശിക്കാനായിട്ട് നിൻ്റെ ലൈഫിൽ ഞാൻ ആരുമല്ല, എങ്കിലും ഞാൻ പറയുക, നീ പോകുന്നതിന് ശേഷം അവൻ ആരോടും ചിരിച്ചിട്ടില്ല, ആരോടും മിണ്ടിയിട്ടില്ല. നിനക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വാശി കാണിക്കുന്നത്? നിനക്കറിയാവോ, അന്ന് എന്നെ ആ ഡോക്ടർ പയ്യൻ ചതിച്ചതിന് ശേഷം എനിക്ക് ആരുമില്ലായിരുന്നു എൻ്റെ ലൈഫിൽ. അവൻ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതിനു മുന്നേ എനിക്കും അവനും തമ്മിൽ ഒരു പരിചയമില്ലായിരുന്നു. അറിയാത്തൊരാൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം സഹായം എന്നറിയാൻ ചെയ്തത്. അപ്പോൾ നിന്നവൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും. ആ സ്നേഹം നീ കണ്ടില്ലാന്ന് നടിക്കരുത്. നീ പെട്ടെന്ന് തിരിച്ചു പോയിട്ട് നിങ്ങൾ തമ്മിൽ ഒരുമിക്കണം. ഇപ്പോൾ അവനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഞാൻ അറിഞ്ഞത്. നല്ല മുറിവുണ്ടെന്നാണ് അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞത്. നന്നായിട്ടിരുന്നാൽ മതി.
എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവൻ ആക്സിഡന്റ് പറ്റിയെന്നും നല്ല മുറിവ് പറ്റിയെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഹീറോയിനാണെങ്കിൽ എങ്ങനെ അവനൊന്ന് കണ്ടാൽ മാത്രം മതിയെന്നായിരുന്നു. അപ്പം തന്നെ അവൾ നേരെ നാട്ടിലേക്ക് വരുന്നുണ്ട്. എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ചെക്കൻ്റെ ഒരു അനിയത്തിയില്ലേ, അവളിപ്പോൾ ഒരു വലിയ ആക്ട്രസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളും ഇവിടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് കുറേ ഫാൻസ് ബോയ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് എയർ ഹോസ്റ്റസ് ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ ബോയ് ഫ്രണ്ടാണ് അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ അറിഞ്ഞത്, ഇപ്പോൾ വരും നോക്കി നിന്നോ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ അത് കാണാനായിട്ട് ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോറ് തുറന്ന് വരുന്നത് നമ്മുടെ ഹീറോയും ആ പെൺകുട്ടിയായിരുന്നു. അത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ സെറ്റായെന്ന് പറഞ്ഞിട്ട്. സുഷി പറഞ്ഞതുപോലെ ഇപ്പം അവന് ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹീറോയിൻ അവനെ ഫേസ് ചെയ്യാൻ മടിക്കാതെ, കാരണം അവൾ താമസിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവളുടെ വീട് അന്ന് വിറ്റിട്ടാണല്ലോ ഇവിടെ നിന്ന് പോയത്. ആ വീട് അവൾക്ക് എങ്ങനെയെങ്കിലും തിരികെ മേടിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അന്ന് ഗ്രാജുവേറ്റ് ആയി എന്ന് പറഞ്ഞ ആ ഒരു സീനിയർ പയ്യനിലെ അവനെ വിളിച്ചിട്ട് ഇപ്പോൾ വീട് ആരാണ് മേടിച്ചതെന്നും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുക്കാനായിട്ട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഇപ്പോൾ ഒരു ഹോട്ടലാണ് സ്റ്റേ ചെയ്യുന്നത്. ആ സെയിം ഹോട്ടലിൽ തന്നെയായിരുന്നു ഹീറോയുടെ ആ ഫ്രണ്ടിൻ്റെ അനിയത്തി പെൺകുട്ടി സ്റ്റേ ചെയ്യുന്നത്. ഹീറോയിനെ അവിടെ വെച്ച് അവൾ കാണുന്നുമുണ്ട്. അപ്പം തന്നെ അവൾക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്, ഹീറോ എന്തിനു വേണ്ടിയിട്ടാണ് എയർപോർട്ടിൽ അവളെ പിക്ക് ചെയ്യാനായിട്ട് വന്നതെന്നുള്ള കാര്യം. ഡയറക്റ്റായിട്ട് അവനെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ എയർപോർട്ടിൽ വിളിക്കാനായിട്ട് വന്നെന്നുള്ളത്. അന്ന് 8 വർഷങ്ങൾക്ക് മുന്നേ അവളെ കണ്ടതിനെക്കാട്ടിലും സുന്ദരിയായിട്ടുണ്ട് അവൾ. നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ അടുത്ത് ഒരു ഡോഗ് ഇരിപ്പുണ്ടായിരുന്നു. അത് അന്നൊരു ദിവസം ഹീറോയും ഹീറോയിനും നൈറ്റ് ഒരുമിച്ച് വരുന്ന സമയത്ത് അവർക്ക് വഴിയിൽ വെച്ചിട്ട് ഒരു ഡോഗിനെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതായിരുന്നു കേട്ടോ. അതിപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അന്നേരം ഹീറോയുടെ അസിസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട്, ഹീറോയിൻ അവളുടെ വീട് തിരികെ മേടിക്കാൻ വേണ്ടിയിട്ട് അത് മേടിച്ച ആൾ ആരാണെന്നുള്ള കാര്യം അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ്റെ ഒരു സീനിയർ പയ്യനുണ്ടല്ലോ, അവൻ്റെ ഓഫീസിലേക്ക് എന്തോ ഒരു കേസിൻ്റെ ആവശ്യത്തിൽ വരുന്നുണ്ട്. അവനിപ്പോൾ ഒരു ലോയറാണ് കേട്ടോ. ആ സെയിം ഓഫീസിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ ഹീറോയിനും ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത്. ഇന്ന് അവൾ വരുന്നെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഹീറോയും അവിടേക്ക് വരുന്നത്. വരുമ്പോൾ ആ ഡോഗിനെയും കൂടെ കൂട്ടിക്കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡോഗ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഡോഗിനും അവൾ അറിയാമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അത് നേരെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും എന്ത് പറ്റി, വഴിതെറ്റി നീ വന്നതാണോ? സാരമില്ല കേട്ടോ, ഞാൻ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ അകത്ത് നമ്മുടെ ഹീറോ ആ സീനിയർ ചെക്കൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. 8 വർഷങ്ങൾക്ക് ശേഷം ഹീറോയിനും പരസ്പരം ഇപ്പോഴാണ് കാണുന്നത്. ഹീറോയ്ക്കൊരു സ്വഭാവമുണ്ട്, ഈ പേപ്പറിൽ എയ്റോപ്ലെയിൻ ഉണ്ടാക്കി കളിക്കുന്ന സ്വഭാവം. അങ്ങനെ ഈ ഒരു പേപ്പർ എടുത്ത് എയ്റോപ്ലെയിൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറപ്പിച്ച് വിടുന്നത് നേരെ പോയിട്ട് ഹീറോയിൻ്റെ കാൽച്ചുവട്ടിൽ വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അങ്ങനെ തന്നെ ഹീറോയിനും പരസ്പരം മുഖത്തോട് നോക്കി നിൽക്കുന്നുണ്ട്. ആ ടൈം അവിടേക്ക് ആ ഡോഗ് വരുന്നുണ്ടായിരുന്നു. ഹീറോയിനുടനെ ഇത് നിൻ്റെയാണെന്ന് ചോദിക്കാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഹീറോ അവിടെ നിന്ന് ഈ ഡോഗിനെ കൂട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ഇവർക്ക് കിട്ടിയ സെയിം ഡോഗ് തന്നെയാണ് ഇതെന്നുള്ള കാര്യം. അതിനുശേഷം അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾ പുറകെ പോകുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവരുടെ കോളേജിൽ പഠിച്ച എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തോ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഹീറോയുടെ 2 ഫ്രണ്ട്സും അതിൽ ഒരാളുടെ അനിയത്തിയും പിന്നെ ഇവരുടെ എല്ലാവരുടെയും ആ സീനിയർ ആയിട്ടുള്ള ചെക്കനും ഹീറോയിനും വരുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ മനഃപൂർവ്വം അവളെ ഇങ്ങനെ പിരികേറ്റാൻ വേണ്ടിയിട്ട് ഈ കൂട്ടുകാരൻ ചെക്കൻ്റെ അനിയത്തിയില്ലേ അവളുമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവൾ സെയിം ഹീറോയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇത് കാണുമ്പോഴത്തേക്കും അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് ആ സീനിയർ ചെക്കനില്ലേ അവൻ്റെ കയ്യിലും പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തോ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും കളിക്കുന്ന വീട്ടിൽ ഹീറോയിനും ഇരിക്കുന്നുണ്ട്. അതിൽ ഹീറോയിൻ തന്നെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം അവൾക്കൊന്ന് വാഷ്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്ന സമയത്ത് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഇരുട്ടത്ത് വെച്ച് പെട്ടെന്നൊരാൾ വന്ന് ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഹീറോ ആണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മനസ്സിലായ സമയത്തും അവൾ എതിർക്കാൻ നിൽക്കാതെ തിരികെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചധികം സമയം കിസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അവൾ അവനെ പിടിച്ച് തള്ളി വിടുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു ആ കൂട്ടുകാരൻ ചെക്കൻ്റെ അനിയത്തിയായിട്ട് ഇവർ റിലേഷനിലാണല്ലോ, പിന്നെ എന്തിനാ ഇവ എന്നെ വന്ന് കിസ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹീറോ വിടുന്നുണ്ടായിരുന്നില്ല. അവനെ തള്ളിവിട്ട അതേ ഫോഴ്സിൽ തന്നെ തിരിച്ചു വന്നിട്ട് പിന്നെയും കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചധികം സമയം ഇവരിങ്ങനെ കിസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അവർ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആദ്യം ഹീറോയിനായിരുന്നു വന്നിരിക്കുന്നുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ ഈ സീനിയർ ചെക്കനും ആ കൂട്ടുകാരൻ പയ്യൻ്റെ അനിയത്തിയും പറയുന്നുണ്ട്, നീ ശ്രദ്ധിച്ചായിരുന്നോ അവളുടെ ചുണ്ടിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, അപ്പോൾ അകത്ത് എന്തോ കിസ്സിങ് നടന്നെന്നാണ് തോന്നുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല ഹീറോയുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കും ഹീറോയിൻ എങ്ങനെയെങ്കിലും ഒന്നിക്കണമെന്ന് തന്നെയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം ഹീറോ വന്നിരിക്കുന്ന സമയത്ത് അവൻ്റെ കഴുത്തിൽ ഒരു ചെറിയ പാടുണ്ടായിരുന്നു. ഹീറോയിൻ നേരത്തെ കിസ് ചെയ്ത സമയത്ത് വാന്തിയ ഒരു പാടായിരുന്നു കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും ഈ പെൺകുട്ടിയിലെ, അതായത് ആ കൂട്ടുകാർ ചെക്കൻ്റെ അനിയത്തി, അവളാണെങ്കിൽ ഒരു ഓയിൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് അതിൽ ഇട്ട് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ മുറിവിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയെല്ലാവരും തിരികെ പോകുന്നുണ്ട്. ഉടനെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീയും അവളും തമ്മിൽ എന്താ റിലേഷൻ?
എൻ്റെ റിലേഷൻ ഒരു റിലേഷനും ഇല്ല, നീയും ആ സീനിയർ പയ്യനും തമ്മിൽ എന്താ റിലേഷൻ എന്ന് പറഞ്ഞ് അവൻ തിരികെ ചോദിക്കുമ്പോൾ എന്ത് റിലേഷൻ, ഒന്നുമില്ല എന്ന് അവളും പറയുന്നുണ്ട്. ഹീറോയിന് പിന്നെ ഒരു സമാധാനം കിട്ടാതെ ഈ കഴിഞ്ഞ 8 കൊല്ലവും നിനക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു, ആരെ സെലക്ട് ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പറയുമ്പോൾ ഹീറോയിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പിന്നെ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് നീ ഇങ്ങനെ ഗിഫ്റ്റൊന്നും അയക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. എന്താ നീ തിരികെ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ പ്ലീസ് നീ ഇപ്പം എന്നോട് അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണം, നിൻ്റെ അച്ഛൻ മരിക്കാനായിട്ടുള്ള കാരണക്കാരൻ ഞാനാന്ന് വിചാരിച്ചിട്ടല്ലേ നീ എന്നെ തനിച്ചാക്കിയിട്ട് 8 വർഷം മുന്നേ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ എന്നെ തനിച്ചാക്കി പോയത്. പിന്നെ ഇപ്പം വന്നിട്ട് ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്ലീസ് നീ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. എനിക്കറിയാം എൻ്റെ അച്ഛൻ മരിക്കാനുള്ള കാരണക്കാരൻ നീ അല്ല, നിന്നെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയതാണ്. എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ട് പോയ ഗിഫ്റ്റാണ് നീ. അന്ന് ആ 8 വർഷങ്ങൾക്ക് മുന്നേ ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കില്ലായിരുന്നു. അപ്പം തോന്നിയ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ കഴിഞ്ഞ 8 വർഷവും ഞാൻ നീറി ജീവിച്ചത് എന്താണെന്നുള്ളത് എനിക്കറിയാം. ഒരു ദിവസം പോലും നിന്നെ ആലോചിക്കാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ നിൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നിയത്. നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മുത്തശ്ശി മരണപ്പെട്ടതിന് ശേഷം ഞാനത് എങ്ങനെ ഫേസ് ചെയ്യായിരുന്നൊക്കെ ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുക. എനിക്കാ തെറ്റ് പറ്റിയത്. ഞാൻ എന്നെ തനിച്ചാക്കി പോയതിന് ഞാൻ എന്താ നിൻ്റെ അടുത്ത് തരേണ്ടത്? നിനക്ക് പറ്റുമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അവനും അതുപോലെ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും 8 വർഷത്തെ പരിഭവങ്ങളെല്ലാം പറഞ്ഞ് തീർക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ഇരിക്കുന്ന സമയം ഹീറോ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ അടുത്ത പരിപാടി? തിരികെ അബ്രോഡ് തന്നെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനിനി ഒരിക്കലും അബ്രോഡ് പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനും കൂടെ നേരെ പോയിട്ട് വിവാഹം കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയത്ത് എന്തോ നല്ല മണമുള്ള കുറച്ച് പൂക്കൾ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ടായിരുന്നു. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വീണതായിരുന്നു അത്. ആ പൂക്കളെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പൂക്കളായിരുന്നു. അതിൻ്റെ മണം ഇങ്ങനെ വരുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്ന് അവളുടെ മുത്തശ്ശി ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അത്രയും നേരം ഇല്ലായിരുന്നു ഈ പൂക്കളൊക്കെ, ഇപ്പം ഇത് എവിടെ നിന്ന് വന്നൊന്ന് മനസ്സിലാക്കി നിൽക്കുന്ന സമയത്ത് അവൾ അവനോട് പറയുന്നുണ്ട്, നമ്മളെ രണ്ടുപേരെയും മുത്തശ്ശി അനുഗ്രഹിക്കുന്ന ഇതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഈ പൂക്കളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുവാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഡ്രാമയുടെ ആദ്യം തന്നെ ഹീറോ എന്തോ ഒരു വില്ലനെ പോലെയല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഹീറോ ഒരു പാവമാണ്. അത് മാത്രമല്ല അന്ന് ഹീറോയുടെ മുത്തശ്ശിനെ ഈ സ്റ്റെപ്പ് നിങ്ങൾ തള്ളി വിട്ടതുപോലൊരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലായിരുന്നിരുന്നാലും മുത്തശ്ശന് എന്തോ ഇപ്പോൾ ഹീറോ ഫേസ് ചെയ്യാൻ ഭയങ്കര ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ കൺമുമ്പിൽ നിന്നെങ്ങനെ മാറാൻ വേണ്ടിയിട്ട് അയാൾ തന്നെ എടുത്തു ചാടിയതായിരുന്നു ആ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീഴാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത നമുക്കൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.